നമസ്കാരം, എല്ലാവർക്കും കഥകളി വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഥകളി ലോകത്ത് പച്ച കത്തി വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ച് നിൽക്കുന്ന കലാമണ്ഡലം കൃഷ്ണകുമാറാശാനാണ്. കൃഷ്ണകുമാറാശാനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആശാൻ, എനിക്ക് ആദ്യമായി ചോദിക്കാം, ആശാൻ ഈ കഥകളിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം എന്ന് വെച്ചാൽ തിരുത്തിപ്പറമ്പ് മുകുന്ദൻ രാജയുടെ പേരിലുള്ള ഒരു സ്കൂളുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ഒരു തുടക്കം. ഈ അമ്പലപുരം തിരുത്തിപ്പറമ്പ് മനക്കുളത്തു നിന്നാണ് തുടക്കം ഉണ്ടായത്. അവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, കൂടുതൽ സമയം അതിനെപ്പറ്റി വിസ്തരിക്കുന്നില്ല. അവിടെ ഒരു മാഷയുടെ റിട്ടയർമെൻറ്റിന് കോട്ടയ്ക്കൽ ഗ്രൂപ്പിൻ്റെ കഥകളി കാണുകയും അവിടെ അന്ന് രാമായണമായിരുന്നു കളി. അപ്പോൾ ഈ രാമായണത്തിൽ ഈ ഹനുമാൻ്റെ ചേഷ്ടകളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഉണ്ട് കളിയാണ്. അപ്പോൾ എനിക്ക് ഈ കഥകളിയോട് ഭയങ്കര ഭ്രമം തോന്നി. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ കഥകളി പഠിച്ചിട്ടുണ്ട്. ഈ അമ്പലപുരത്ത് പണ്ട് കലാമണ്ഡലം തുടങ്ങിയത് അവിടെ വെച്ചിട്ട് അന്ന് അച്ഛൻ തുടങ്ങിയ 4 വിദ്യാർത്ഥികൾ അന്ന് പഠിച്ചിരുന്നു. കുഞ്ചു നായരാശനാണ് അവിടെ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധം എന്നുവെച്ചാൽ വന്നോട് കൂടിയിട്ട് അതാണ് എൻ്റെ ഓർമ്മ. ഈ സാഹിബ്മാരുടെ പൈസ കൊണ്ടാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഇവിടെ അത് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ കലാമണ്ഡലം ഇവിടുന്ന് ചെറുകുരുത്തിക്ക് മാറ്റിയപ്പോൾ അച്ഛന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. അങ്ങനെ അച്ഛൻ നിർത്തി. അപ്പോൾ അച്ഛൻ്റെ മോഹത്തിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, കഥകളി പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കേരള കലാമണ്ഡലത്തിൽ ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ കലാമണ്ഡലത്തിലേക്ക് അപേക്ഷ അയച്ചു. അങ്ങനെ ഞാൻ കലാമണ്ഡലത്തിലാണ് അങ്ങനെ കഥകളി വിദ്യാർത്ഥിയായി ചേർന്നത്. കലാമണ്ഡലത്തിൽ ഇപ്പോൾ ചേർന്നു എന്ന് പറഞ്ഞത്, കലാമണ്ഡലത്തിൽ ചേർന്നിട്ട് പഠനം ഇടക്കാലത്ത് വെച്ചൊരു പ്രശ്നം ചെറിയൊരു ഉണ്ടായിരുന്നു. അത് ഞാൻ ചേർന്നത് ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പോയി. അങ്ങനെ പോയപ്പോൾ എനിക്ക് അവിടെ 2 ചിട്ടകളുണ്ട്, തെക്കൻ ചിട്ട വടക്കൻ ചിട്ട. ഈ ചിട്ടയെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, അത്രയൊന്നും അത് ഗ്രാഹ്യമില്ലല്ലോ കഥകളിയെ കുറിച്ചിട്ട്. അപ്പോൾ അന്ന് വടക്കൻ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കൻ നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് താല്പര്യവും, തെക്കൻ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ ഭാഗത്തുള്ള ആൾക്കാർക്കാണ് താല്പര്യം ഉണ്ടാവുക. പക്ഷേ ഏത് ചിട്ട പഠിച്ചാലും അതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ അതന്നെയാണ് കേമത്തരം എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അന്ന് എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ അന്ന് തെക്കൻ കളരിയിൽ ഉണ്ടായിരുന്നത് അവിടെ ഇന്ന് അദ്ദേഹം ഇല്ല, ഗുരുനാഥൻ, എന്നെ ആദ്യമായിട്ട് മനോരഥ ഒടിയിച്ച ആളാണ്. പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരാശാനാണ്. അതേപോലെ അന്ന് കഥകളിക്ക് ഉണ്ടായിരുന്നത് അവിടെ രാമൻകുട്ടി നായരാശാൻ, പത്മനാരാശാൻ, അങ്ങനെ ഗോപി ആശാൻ, അങ്ങനെ ഒരു 2 വമ്പന്മാരുടെ ഗുരുക്കന്മാരുടെ ഒരു നിരയായിരുന്നു. പക്ഷെ ഞാനങ്ങനെ അവിടെ ചേർന്നു. കളരി പോകാൻ നേരത്ത് എനിക്ക് ഓഫീസിന് ഒരു കുറിപ്പ് കൊണ്ടുവന്നപ്പോൾ ഞാൻ തെക്കൻ കളരിയിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇന്ന് അയാൾ ഇംഗ്ലണ്ടിലാണ്, ഒരു വിജയകുമാർ. ഈ വിജയകുമാറും ഞാനും അന്ന് 6 ആളെ എടുത്ത് 4 പേരെ വടക്കനിലേക്കും 2 പേരെ തെക്കനിലേക്ക് ഇട്ടു. അപ്പോൾ ഈ ഞാനും വിജയകുമാർ തെക്കനിലേക്ക് പോയി. മറ്റുള്ള തെക്കുള്ള കുട്ടികളാണ്, അവരുടെ പേര് എന്താ, ജയകുമാർ, ഉദയകുമാർ, അല്ല ജയകുമാറല്ല, സത്യവ്രതൻ, അങ്ങനെ ശ്രീകണ്ഠൻ നായർ, അങ്ങനെ കുറഞ്ഞ കുട്ടികളാണ്. അവർ അങ്ങനെ വടക്കൻ കടലിലേക്ക് മാറി. അങ്ങനെ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, എന്താ ഈ വടക്കൻ നാട്ടിലുള്ള ആൾ എന്താ ഈ തെക്കൻ കളരി പഠിച്ചതെന്ന്. അതിങ്ങനെ നിരന്തരമായി ചോദിച്ചായിരുന്നു. ഞാൻ അത്ര ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. എന്തായാലും മടവൂരാശാൻ രുക്മിണീശ്വരത്തിൽ കൃഷ്ണനായിട്ട് എൻ്റെ അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് പിന്നെ മടവൂരാശാനാണെങ്കിൽ അന്ന് തെക്കോട്ട് കണ്ടമാനം കളികളാണ്. അപ്പോൾ ഈ നമ്മുടെ വിജയകുമാർ എൻ്റെ കൂടെയുള്ള ആൾ പതുക്കെ തെക്കൻ കളരി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഓഫീസിൽ ചെന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് അതിനെ പറ്റി മനസ്സിലാക്കാനുള്ളതില്ലല്ലോ. അങ്ങനെ വിജയകുമാറും ഈ തെക്കൻ കളരി പോകുന്നില്ല. പിന്നെ മടവൂരാശാൻ അന്ന് പരിപാടിക്ക് പോകുന്നതുകൊണ്ട് ക്ലാസ്സും കുറച്ച്, ആശാനെ കുറ്റം പറയില്ല, അന്ന് തെക്കൻ നാട്ടിലെ രാജാവാണ്. കൃഷ്ണനാരാശാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളി കിട്ടുന്ന ആളാണ് മടവൂരാശാൻ. അദ്ദേഹം കളിക്ക് പോവും. പക്ഷേ അങ്ങനെ വന്നപ്പോൾ വിജയകുമാർ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാത്രമായി. പിന്നെ അന്ന് അവിടുത്തെ സീനിയറായിട്ട് ഒരു മുരുകൻപിള്ളി ഉണ്ടായിരുന്നു. അയാൾ ഫൈനൽ ഇയർ ആയിട്ടാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഈ വിജയകുമാറിൻ്റെ ആക്ഷേപം വന്നപ്പോൾ വിജയകുമാറിനെ മടവൂരാശാൻ പിന്നെ ഈ ഭരണസമിതിയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നതോടുകൂടിയിട്ട് വിജയകുമാറിൻ്റെ ഈ അപേക്ഷ കൊടുക്കലും കൂടി ഇപ്പോൾ വിജയകുമാറിനെ കളരി മാറ്റി, എന്നെ മാറ്റിയില്ല. അപ്പോൾ എന്നോട് മടവൂരാശൻ ചോദിച്ചേ, വിജയകുമാർ മാറി തനിക്കും മാറായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ രാമൂട്ടി നാരാശൻ്റെ അടുത്ത് ചെന്നു.
എനിക്ക് അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും മനസ്സിലായില്ല. ആശാൻ ഞാൻ ഈ തെക്കങ്കളരിയിലേക്ക് പോയില്ല, എനിക്ക് വടക്കങ്കളരിയിലേക്ക് മാറണം, എൻ്റെ തുണക്കാരനെ വടക്കങ്കളരിയിലേക്ക് മാറ്റിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു. അത് സമയം 3 മണിയാണ്. അപ്പോൾ രാമട്ടേശൻ എന്നോട് ചോദിച്ചേ എന്താ തെക്കം പഠിച്ച രാമട്ടേശൻ്റെ ഒരു പിക്കലുണ്ട്, എന്താ ഇപ്പോൾ തെക്കം പഠിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആശാനെ നിന്ദിച്ച് പറയല്ല, പക്ഷേ എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി വന്ന് എന്നെയും വടക്കങ്കടയിലേക്ക് മാറ്റി. അന്ന് ഒളപ്പമണ്ണ തമ്പുരാനാട്ടോ ചെയർമാൻ. പിന്നെ മടവൂരാശൻ അങ്ങനെ എന്നാ ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രാജിവെച്ച് അങ്ങനെ തെക്കങ്കളരി അവിടെ സ്റ്റോപ്പായി. പിന്നെ ഞങ്ങൾ വടക്കങ്കളരിയിലേക്ക് മാറി. ആദ്യം തൊട്ട് അപ്പോൾ 2.5 വർഷം കഴിഞ്ഞു കേട്ടോ. വീണ്ടും തൊട്ട് വടക്കങ്കളരിയിൽ വാഴയങ്കട വിജയാസാൻ്റെ കളരിയിൽ ആദ്യ ഭാഗം തൊട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ തെക്കങ്കളരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാരാശനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയാടം വരും, ചൊല്ലിയാട്ടം കാണാൻ. രാജാരാശൻ കോഴ്സ് കഴിഞ്ഞിരിക്കുക, പക്ഷേ മടവൂരാശാൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് രാജാരാശൻ ഇടയ്ക്കിടയ്ക്ക് അന്ന് അവിടെ കളരിയിൽ വന്ന് ചൊല്ലിയാടാനൊക്കെ വരാറുണ്ട്. പക്ഷേ എന്തായാലും പിന്നെ ആ കളരി അവിടെ പിന്നെ നിന്നില്ല. ഉളപ്പമണ്ണ തമ്പുരാൻ അവിടെ നിർത്തി. പിന്നെ അനവധി കാലങ്ങൾക്ക് ശേഷം തെക്കങ്കളരി മങ്കൊമ്പാശാൻ്റെ നേതൃത്വത്തിൽ വീണ്ടും അവിടെ വന്നു. പിന്നെ രാജാരാശൻ വന്നു. അങ്ങനെയാണ് വീണ്ടും തെക്കങ്കളരി അവിടെ തുടങ്ങി വെച്ചത്. അപ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ ലാസ്റ്റ് ഇയർ ആയി. ഞാൻ വിജയാസാൻ്റെ അവിടെ നിന്ന് ഗോപിയാസിൻ്റെ അവിടേക്ക് പോയി. അധികം കാലം ഞാൻ പഠിച്ചത് പിന്നെ വടക്കങ്കളരി പത്മരാജൻ്റെ കീഴിലാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വിദ്യാർത്ഥി പത്മാശാൻ്റെ കളരിയിലേക്ക് പോയി. വിജയാശാനും ഗോപിയാശാനും കഴിഞ്ഞ് പിന്നെ മടവൂരാശൻ്റെ കളരിയിലേക്ക് അനവധി കാലവും ഞാൻ പഠിച്ചത് മടവൂരാശാൻ്റെ കളരിയിലാണ്. മടവൂരാശാൻ്റെ അല്ല, പത്മനാഭൻ നായരാശാൻ്റെ കളരിയിലാണ് ഞാൻ പഠിച്ചത്. ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വടക്കൻ ചിട്ടയിലേക്ക് മാറി. 2.5 വർഷം. അപ്പൊ ഈ കുട്ടിത്തരം എടുത്ത വേഷങ്ങളെല്ലാം വിജയാശാനാണ്. വിജയാശാൻ്റെ അടുത്ത് അത് വേറെ കാര്യം ഉണ്ടായിട്ട് അതിനിടയ്ക്ക് ഈ വിജയാശാൻ്റെ അടുത്ത് നിന്ന് തോടയും പുറപ്പാടും കഴിഞ്ഞപ്പോൾ കലാമണ്ഡലം ട്രൂപ്പിൽ കുശലവന്മാർ കെട്ടാനുള്ള പാകത്തിനുള്ള കുട്ടികളില്ല. ഞാനും വിജയകുമാറും വലിയ ഉയരമില്ല. അപ്പോൾ പത്മനാഭൻ നായരാശാൻ പറഞ്ഞേ അവരെ കുശലവന്മാരൊന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അത്തരം വേഷങ്ങൾ പിന്നെ വിജയാശാൻ അത് പഠിപ്പിച്ചു. പിന്നെ ചെന്ന് പെട്ടത് ഗോപിയാശാൻ്റെ കളരിയിലേക്കാണ്. അവിടെയാണ് ഈ ഇടത്തരം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ സീനിയർ കളരിയിൽ ചൊല്ലിയാട്ടം ഉണ്ടായ ഈ കുശലവന്മാർ ചൊല്ലിയാടാൻ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ചിലപ്പോൾ പത്മനാഭൻ നായരാശാൻ്റെ കളരിയിലേക്ക് പോകണം, ചിലപ്പോൾ രാമട്ടേശൻ്റെ കളരിയിലേക്ക് പോകണം. അങ്ങനെ അപ്പോൾ അവിടുന്ന് ആൾ വരും. അങ്ങോട്ട് കുട്ടിത്തരൊക്കെ ചൊല്ലിയാടാൻ ചിലവുണ്ട്. പത്മനാഭൻ്റെ കളരിയിലാണെന്ന് കെ ഗോപാലകൃഷ്ണേട്ടൻ്റെ കാലമാണ് അന്ന് പഠിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ആ ഗോപാലകൃഷ്ണാശാൻ്റെ കൂടെ ഞാൻ ഗോപാലകൃഷ്ണേട്ടെന്ന് വിളിക്കാറ്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സ്ത്രീവേഷങ്ങൾ, അദ്ദേഹം ഹനുമാൻ ചൊല്ലിയാടുമ്പോൾ കുശലവന്മാർ അങ്ങനെ അവിടെ ചൊല്ലിയാടുക. അങ്ങനെയാണ് ഇടത്തരവും വിജയാശാൻ്റെ കളരിയിൽ നിന്നാണ് അങ്ങനെ ഈ ഗോപിയാശാൻ്റെയും കളരിയിൽ കൂടിയാണ് കുട്ടിത്തരവും ഇടത്തരവും. പിന്നെ ആദ്യവസാനൊക്കെ പിന്നെ പത്മാശാൻ്റെ കളരിയിലേക്ക് വരും. ആദ്യാവസാന വേഷങ്ങളെല്ലാം ചൊല്ലിയാടിയത് പത്മാശാൻ്റെ കളരിയിലാണ്. അതെ, ഞങ്ങൾ 5 കുമാരന്മാരുണ്ടായിരുന്നു പത്മാശാൻ്റെ കളരിയിൽ. കൃഷ്ണകുമാർ, വിജയകുമാർ, ഹരികുമാർ, ജയകുമാർ, ഉദയകുമാർ. പത്മരാജാന്റെ കലാമണ്ഡലത്തിലെ ശിഷ്യന്മാരിൽ ഈ 5 കുമാരന്മാരാണ് കളരി. അങ്ങനെ ആശാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോവുകയാണ്. പിന്നെ പ്രിൻസിപ്പാളായി. പിന്നെ കളരിയിൽ അങ്ങനെ ചൊല്ലിയാട്ടം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് കഴിഞ്ഞു, പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ്. ആ പത്മരാജാന്റെ കളരിയിലുള്ള സമയത്ത് മുഴുവൻ എല്ലാ ആദ്യാവസാന വേഷങ്ങളും ഞങ്ങളെ ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ ചെണ്ടയും മദ്ദളവും ഇല്ലാതെ മുട്ടീന്ന് താളം പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലനം ഒരു മാസം 2 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ ചൊല്ലിയാട്ടം തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ അന്ന് രാത്രി ക്ലാസ് ഉണ്ടാവും. പത്മരാജൻ പ്രത്യേകം വരും ക്ലാസ്സിൽ. മുട്ടീന്ന് താളം ഇപ്പോൾ ഒരു കുട്ടൻ അയാൾ അപ്പോഴേക്ക് മുട്ടിയായിട്ട് വരും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പത്മരാജനെ പേടി പോയേ പറ്റൂ. മറ്റുള്ളവർക്ക് ആർക്കും ആ ക്ലാസ്സില്ല. ഞങ്ങൾക്ക് ആ കളരിയിൽ പോയിട്ട് ഉത്ഭവം, നരകാസുരൻ, തോരണയുദ്ധം, ഇത്തരം കഥകൾ മുഴുവൻ മുട്ടീന്ന്. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞാൽ പിന്നെ മേളങ്ങളായി. അങ്ങനെ വെച്ച് ചൊല്ലിയാടി. അങ്ങനെ എല്ലാ ആദ്യാവസാന വേഷങ്ങളും ഈ പത്മരാജാന്റെ കളരിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഉപരിപഠനം ഉണ്ടായിട്ടുള്ളൂ? ഉണ്ട്. അത് പത്മരാജാന്റെ കളരി ഒരു 8 വർഷത്തോളം, ഞാൻ മൊത്തം ഒരു 13 വർഷത്തോളം കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ടുണ്ടായി. ആദ്യങ്ങളായ 2.5 വർഷം വീണ്ടും റിപ്പീറ്റേഷൻ, വീണ്ടും 1 തൊട്ട് തുടങ്ങേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പത്മരാജാന്റെ കളരിയിലാണ് അധികം 8 വർഷത്തോളം ഉണ്ടായി. പിന്നെ ഈ ഗോപിയാശാന്റെ കളരിയിലും വിജയാശാന്റെ കളരിയിലും അങ്ങനെ മൊത്തം കലാമണ്ഡലത്തിലെ കഥകളി വിദ്യാർത്ഥിയായിട്ടുള്ള ജീവിതം 13 വർഷത്തോളം ഉണ്ടായി. കോഴ്സ് കഴിഞ്ഞിട്ട് കലാക്ഷേത്രത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് അതെന്താണെന്ന് അറിയോ, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് 3 സഹോദരിമാരാ എൻ്റെ താഴെ.
അപ്പോൾ അച്ഛന് ജോലിയുണ്ട്, ചെറിയ ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ താഴെയുള്ള പെങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കഥകളി പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാൻ യാതൊരു മാർഗമില്ല എന്ന് മൊത്തം ചർച്ച വന്നപ്പോൾ എനിക്കും അങ്ങനൊരു, എൻ്റെ ഉള്ളിലും അങ്ങനൊരു ആദി കയറി. എന്താണ് മാർഗം? കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് മദ്രാസിലെ ശാന്താ ധനഞ്ജയന്മാരുടെ പേര് ഞാൻ വളരെ ഇങ്ങനെ പേപ്പറിലും നമ്മുടെ കേരള തൃശ്ശൂരൊക്കെ വന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ധനഞ്ജയൻ മാഷ് ഞാനൊരു ഭയങ്കര സുഹൃത്താട്ടോ. ചന്തു പണിക്കരാശന്റെ ശിഷ്യനാണ്, കഥകളി പഠിച്ചിട്ടാണ് ഡാൻസിലേക്ക് മാറിയെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കലാക്ഷേത്രത്തിൽ കഥകളി പഠിച്ചിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്തു പണിക്കരാശാന്റെ മകൻ ജനാർദ്ദനൻ മാഷ് കലാമണ്ഡലത്തിൽ വരികയും അവിടെ കഥകളി പഠിച്ച കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുത്താൽ കലാക്ഷേത്രത്തിൽ ഭരതനാട്യം പഠിക്കാം, അത് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ അതുമ്പോ കയറി പിടിച്ചു. കാരണം ജോലി കിട്ടല്ലോ, ഇവിടെ നിന്ന വലിയ രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ പത്മനാഭൻ നായരാശൻ വെച്ചു, എന്താ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ കൃഷ്ണകുമാരൻ കലാക്ഷേത്രത്തിൽ പോയി ഭരതനാട്യം പഠിക്കൂ, അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. പിന്നെ ഞാൻ പത്മനാഭരാശൻ പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. ഞാൻ നേരെ മദ്രാസിലേക്ക് പോയി വണ്ടി കയറി. അങ്ങനെ 2.5 വർഷം അവിടെ കലാക്ഷേത്രത്തിൽ ഭരതനാട്യം വിദ്യാർത്ഥിയായി 2 വർഷം. പിന്നെ കുറച്ച് അവിടെ കഴിഞ്ഞപ്പോൾ അവരെ കഥകളി പഠിപ്പിക്കാനുള്ള ഒരു ചുമതല എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ കഥകളി പഠിപ്പിക്കലും ഭരതനാട്യം വിദ്യാർത്ഥിയായി. അതിന്റെ പേരിലേക്ക് റഷ്യയിലൊന്നും പോകാൻ പറ്റിയിട്ടോ. ഈ അവിടുത്തെ ഡാൻസ് ഡ്രാമയിൽ എന്നെ നമ്മുടെ അവിടെ സീതാസ്വാമികർ എന്ന് പറഞ്ഞ ഡാൻസ് ഡ്രാമയുണ്ട്, അതിലധികം കഥകളിയെ ചന്തു പണിക്കരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സാധന. അത് പകുതി ഡാൻസ്, അങ്ങനെ ഒരു സംഗതിയാണത്. ഞാനതിൽ രാവണം കെട്ടി ഒരിക്കൽ എന്നെ കെട്ടിച്ചൂരി. പിന്നെ എനിക്ക് ആ ഡാൻസ് ഡ്രാമയിൽ രാവണം കെട്ടാനുള്ള അവസരം ഉണ്ടായി. പിന്നെ 2-3 ഡാൻസ് ഡ്രാമയിൽ ഭരതനാട്യം കഥകളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതി. അങ്ങനെയാണ് കലാക്ഷേത്രം. പക്ഷെ അവിടെ ഞാൻ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്ര വന്നപ്പോൾ അവിടുന്ന് അങ്ങനെ ലീവ് തന്നു വിട്ടില്ല. ആദ്യത്തെ വർഷം ലീവ് തന്നു, പിന്നത്തെ വർഷം ഞാൻ ലീവ് കിട്ടും എന്നിട്ട് ഞാൻ എഴുതി കൊടുത്ത് പോയി. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ എന്നെ പിരിച്ചുവിടാനുള്ള ഒരു പരിപാടിയായിരുന്നു. 89 ഈ ബാർബറ വിജയകുമാറിന്റെ യാത്രയാണ്. അപ്പൊ പോയ 4 മാസം കഴിഞ്ഞിട്ട് വരൂ. ഇവിടെ ഈ സമയത്ത് ഡിസംബർ ജനുവരി ഫെസ്റ്റിവലാ ഇവിടെ കലാക്ഷേത്രത്തില്. ഈ സമയത്ത് എന്നെ പഠിപ്പിച്ചു വെച്ച കുറെ സംഗതിയുണ്ട് ഈ ഡാൻസ് ഡ്രാമയില്. ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് വരിക ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാൻ, ഇന്നെ കിട്ടിയില്ലല്ലോ. അപ്പൊ ഇവർക്ക് എന്നോട് ദേഷ്യം, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് തീരുമാനം എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ രാജി കൊടുത്ത് ഞാൻ ഇവിടെ നിൽക്കണില്ല. കാരണം ഞാൻ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ ആരും എൻ്റെ മുഖത്തൊന്നും മിണ്ടണമെന്നില്ല അവിടുത്തെ ഭരണാധികാരികൾ. അപ്പം ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 90 കലാമണ്ഡലത്തിൽ ഒരു പോസ്റ്റ് വിളിക്കാൻ അധ്യാപകനായിട്ട് എംപ്ലോയ്മെന്റ് വഴി. അന്ന് കൊച്ചനിയൻ സാറ് ചെയർമാൻ, മാഷ് സെക്രട്ടറി. അങ്ങനെ 90 ഇന്റർവ്യൂവിന് വന്ന് ഞാൻ കലാമണ്ഡലത്തിൽ ജൂൺ 1-ാം തീയതി കലാമണ്ഡലത്തിൽ അധ്യാപകനായി ജോലി പ്രവേശിച്ചു. ജോലി പ്രവേശിക്കുമ്പോൾ അസല ഗുരുവായൂരായ ഓവിയാശാനാണ് പ്രിൻസിപ്പാള്. ഇത്ര ആശാന്മാർ വിദ്യാശാന്മാർ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാഡിയാശാൻ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവരെ കീഴിൽ ഒരു അധ്യാപകനായി വന്ന ഇപ്പോഴുണ്ടായ ഒരു മാനസിക, ഞാൻ അധ്യാപകനായപ്പോ ഈ ആശാന്മാരൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോ ഗോപിയാശാൻ 1 വർഷം കഴിഞ്ഞപ്പോ പോയി, ഞാൻ വന്നപ്പോ. പക്ഷെ അധ്യാപകനായാലും എനിക്ക് ഒരു അധ്യാപകനായിന്ന്, ഞാനവിടെ പോസ്റ്റ് അധ്യാപകനായാലും ഇവരെ കണ്ട പഠിക്കണ കാലത്തെ പല ഓർമ്മകളും എൻ്റെ മനസ്സിൽ വരും. അപ്പൊ എനിക്ക് പേടിയാ അധ്യാപകനാവാൻ. ആ ക്ലാസ്സിന്റെ ടൈമിലൊക്കെ ഇവര് ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മുടെ ഈ പ്രായത്തിൻ്റെ കൊണ്ട് കലാമണ്ഡലത്തിൽ ചില സ്റ്റൈപ്പൻഡ് വർധന അങ്ങനെയുള്ള വെള്ളമില്ലാതെയൊക്കെ പ്രസിഡന്റ് ആയിപ്പോൾ അവിടെ കുറെ സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമരത്തിലൊക്കെ നമ്മൾ മുമ്പിൽ നിന്ന് അപ്പൊ ക്ലാസ്സിന് പോവില്ല. അപ്പൊ അതിന്റെ പിറ്റേഴ്സ് അതിന്റെ പ്രകാരം കളരിന്ന് കിട്ടും. അപ്പോൾ രാമുട്ടേശമ്പരൊക്കെ നമുക്കൊരു ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അധ്യാപകനായാലും ഇവരെ മുമ്പിൽ കാണുമ്പോൾ നമുക്കൊരു ഭയ. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ അധ്യാപക വൃത്തി അവരെ കീഴിൽ ഞാൻ അവർക്ക് ഒരു ശത്രുതയില്ലാതെ ഞാൻ അന്ന് തൊട്ട് 90 കുട്ടികളെ 1-ാം വർഷം വിദ്യാലയം അന്നാണ് അവിടെ ഈ ഹൈസ്കൂളിൽ തുടങ്ങിയത്. അപ്പോൾ 8-ാം ക്ലാസ് തൊട്ട് അന്നാണ് തുടങ്ങിയത്. ഞങ്ങളെ ബാച്ച്. നിങ്ങളുടെ ബാച്ചായിരിക്കണം. അന്ന് വടക്കം കളരിയിൽ 4 കുട്ടികളെ ഞാനാണ് ആദ്യം 8-ാം ക്ലാസ്സിലേക്ക്. അമൽജിത്ത്, മുകുന്ദൻ, രാധാകൃഷ്ണൻ, രാജേഷ് ബാബു, മനോജ്, ഈ 4 പേരാണ് എൻ്റെ ആദ്യത്തെ. അന്നാണ് കലാമണ്ഡലത്തില് ഈ സമരം ചെയ്തതിന്റെ
ഒരു എന്താ ഫലം കിട്ടിയത് ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. കാരണം കഥകളിക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല, ഇംഗ്ലീഷ് പറയാൻ നിശ്ചയില്ല. സംഗതി ശരിയായിട്ടോ, ഒരു മദാമയോ സായിപ്പോ വന്നു ചോദിച്ചാൽ നമ്മൾ മറുപടി പറയില്ല. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ എയർപോർട്ടിലെത്തിയാലും അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയാം. അപ്പൊ അന്ന് മൊത്തൊരു പാട്ടായി, കഥകളിക്കാരനല്ലേ ഇംഗ്ലീഷ് നിശ്ചയുണ്ടാവില്ല എന്ന്. അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഈ ഹൈസ്കൂള് അവിടെ 8ാം ക്ലാസ് തൊട്ട്. അത് തുടങ്ങിയത് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമാണ് അവിടെ തുടങ്ങിയത്. കലാവിഷയത്തിന് കോട്ടം തട്ടാതെ എന്നുള്ള ഒരു എഗ്രിമെന്റിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് 8, 9, 10 +1 +2 അങ്ങനെ തുടങ്ങി. ഇപ്പൊ MA PhD അങ്ങനെ ആ ലെവലിലേക്ക് എത്തി. ഇപ്പോൾ ആശാന് ഇപ്പൊ അരങ്ങത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ കൂട്ടുവേഷക്കാരുടെ സ്വാധീനം എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മോശമായി വന്നിട്ടുണ്ടോ, അത് കൂട്ടുവേഷക്കാരുമായിട്ടുള്ള സ്വാധീനം എന്ത്? അത് കൂട്ടുവേഷം എന്ന് പറഞ്ഞാലേ ഇപ്പൊ കത്തിവേഷം കിട്ടുമ്പോൾ കൂട്ടുവേഷക്കാരന്റെ കേമത്തരം അറിയണമെങ്കിൽ ദുര്യോധനവധത്തിൽ ദുര്യോധനും ദുശാസനുമായിട്ടുള്ള സോദരന്മാരെ തൊട്ട് തുടങ്ങുമ്പോഴാണ് കൂട്ടുവേഷക്കാരന്റെ സപ്പോർട്ട് മെയിൻ നടന് കിട്ടുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു തെളിവ്. ഈ ദുശാസനൻ വാസം വെച്ചാൽ അരങ്ങില് രണ്ടാം ഗഡയല്ല, 2ാം സ്ഥാനമുള്ളൂ. ദുര്യോധനാണ് ആദ്യവസാന വേഷം കിട്ടുക. പക്ഷേ ഈ ദുര്യോധനൻ വിജയിക്കണമെങ്കിൽ ഈ ദുശാസനൻ നമുക്ക് അങ്ങോട്ട് എടുത്തിടും. പക്ഷെ പിന്നെ ഒക്കെ ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങനെ ചോദ്യോത്തരങ്ങളായി വരുമ്പോഴാണ് ഈ ആദ്യവസാന വേഷങ്ങൾ, ഇപ്പൊ ദുര്യോധനാവട്ടെ, അല്ലെങ്കിൽ നളനും പുഷ്കരനാവട്ടെ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ ആദ്യവസാന നായിക വേഷന്മാര് കെട്ടുമ്പോൾ രുക്മാംഗതൻ, മോഹിനി, കർണൻ, കുന്തി, നളചരിതത്തില് നളൻ, ദമയന്തി, അങ്ങനെ 2ാം ദിവസം നളൻ, പുഷ്കരൻ, ഇത്തരം അങ്ങനെ കുറെ കഥകളുണ്ടായിരിക്കും. ബാലജീവിതത്തിൽ രാവണൻ, നാരദൻ. ചിലപ്പോൾ നമ്മൾ കളരിയിലെ ചിട്ട ഹവല്ലി അവിടെ അരങ്ങത്ത് വന്നാൽ ചിലപ്പോൾ സദസ്സിനെ കണ്ട് ചിലത് നമ്മൾ മാറ്റേണ്ടി വരും. പക്ഷെ ചിട്ട കൈവിടാതെ നമ്മൾ അത്തരം അത് അവിടെ നമുക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെങ്കിൽ കൂടെ നിൽക്കുന്ന ആള് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് മറുപടി കിട്ടണം. അതാണ് ഗോപിയാശാന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു മഹത്വം എന്ന് പറയുന്നത്. കൃഷ്ണനാരാശാനും ഗോപിയാശാനുള്ള കാലത്ത് കൃഷ്ണനാരാശാൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഗോപിയാശാൻ 2 ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞിരിക്കും. അങ്ങനെയുള്ള അതൊരു ഭയങ്കര അരങ്ങത്തെത്തിയ ഒരു ഭയങ്കര കോമ്പറ്റീഷനാണ് ഇവര് തമ്മിൽ. അത് ഒരു മത്സരമാണ്. മത്സരം വെച്ചാൽ ശത്രുത മത്സരമല്ല, അവനവന്റെ ക്യാരക്ടർ വിജയിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ശത്രുതയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയണത് കൂട്ടുവേഷം എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ചിലപ്പോൾ വളരെ അരോചകമായി തോന്നിയിട്ടുള്ള പല ബോറടിച്ചിട്ട് ചിലപ്പോൾ ആസ്വാദകർക്ക് ചിലപ്പോൾ മനസ്സിലാക്കി തോന്നും മതിയായി നിർത്തി. കാരണം ചിലപ്പോൾ ഈ കൂട്ടുവേഷക്കാരൻ അയാളെ വഴിക്ക് പോകും. അപ്പോൾ കൂടെ വേഷം ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ, അങ്ങനെ തീരുമാനം എടുത്ത ഈ ദുര്യോധനം കെട്ടിയവനൊക്കെ പെട്ടില്ലേ, ഈ കഥനും ദേവയാനും കെട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടുക. അവിടെ നമുക്ക് ബോറടിക്കും. നമുക്ക് ബോറടിക്കല്ല, മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നിരാശപ്പെടുത്തി അവരെ ചീത്തയും കിട്ടും. പിന്നെ അവനെ ഇനി കളിക്ക് വിളിക്കണ്ടാവും വരെ പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ഞാൻ അരങ്ങത്ത് വന്നാൽ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ പേരെടുത്ത് പറയാച്ച ചിലപ്പോൾ എനിക്ക് ആരോഗ്യമാവും. ഇപ്പൊ ദുര്യോധനായ ദുശാസനൻ ആരെയാണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതേപോലെ പെണ്ണോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നളൻ ഇപ്പോ മകനൊക്കെ ഗോപേശനാണ് കെട്ടാറും. ചിലപ്പോൾ എനിക്ക് വല്ലപ്പോഴും ഒരു അവസരം കിട്ടുമ്പോൾ പുഷ്കരൻ ആര് വേണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സ്വാധീനമുള്ള ആളുടെ പേര് ഞാൻ പറയും. അത് എന്റെ വേഷം വിജയിക്കലാണ് അതിന്റെ ഒരു പ്രധാന ഘടകം. അത് നടന്നല്ല, മെയിനായിട്ട് ഞാൻ ദുര്യോധനുണ്ടെങ്കിൽ ആരെയാണ് ദുശാസനം എന്ന് ഞാൻ ചോദിക്കും. അത് ഉറപ്പാണ്. രൗദ്രീയനും ദുശാസന അത്ര പ്രശ്നമില്ല. എന്നാലും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവണം. കോമ്പറ്റീഷൻ വെച്ചാൽ ശത്രുതയല്ല, നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ടാവണം. എന്നാലേ ആ കഥാപാത്രം വിജയിക്കണം. ഞാൻ അത്തരങ്ങൾ ചെയ്യാറുണ്ട്. ചിലപ്പോ എനിക്കിപ്പോ അയാളെ വിളിക്കാൻ പറ്റില്ല കേട്ടോ, ഇന്ന ആളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ അങ്ങനെ വന്നാൽ ആ കളി അങ്ങനെയാവും. ചിലപ്പോ ലക്കിന് വിജയിക്കാം. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ എപ്പോഴും എനിക്ക് അങ്ങനെ വരുമ്പോ 2-3 വ്യക്തികളുണ്ട് ചോനാടിയിൽ. എനിക്ക് അവർ കാരണം എന്റെ നീക്കങ്ങൾ എന്താണെന്ന് അവർക്കറിയാം, അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോഴാണ് ആ കഥയ്ക്കും ആ വേഷത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുക. ഇപ്പൊ കജനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കജനത്തില് കജനൻ ദേവയാനിയായിട്ടുള്ള ആ ഡാൻസ് പഠിപ്പിക്കുന്ന രംഗത്തൊക്കെ ആശാൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ആധാറിന് ഡാൻസ് ശരിയാണ്. ഞാൻ ഡാൻസിനെ പലരിക്കും ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഈ കജൻ കെട്ടുമ്പോഴേ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അത് കാണിക്കാൻ. കാരണം എന്താ അറിയോ,
ഞാൻ 2-3 വീക്കില് ഈ നൃത്തത്തിനെ പറ്റിയിട്ട് കാണിച്ചപ്പോ സംഗതി ആ രംഗം കൺട്രോൾ ചെയ്യുന്നത് ദേവയാനിയാണ്. ദേവയാനി കാണിച്ചു തരുന്നത് കഥന് കാണിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഈ ദേവയാനി കാണിച്ചത് തരണല്ലാതെ എന്റെ പേരിൽ പഠിച്ച സാധനം എവിടെയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? കാരണം എന്നെ എങ്ങനെ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ ഞാൻ കാണിക്കുമ്പോ അപ്പൊ ഈ ദേവയാനിമാര് അത് വേണ്ട എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ അണിയറയിൽ വന്നിങ്ങനെ ഒന്ന് ചോദിക്കും, എന്താ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോ പറയും അത് ആ കഥകളി വേഷത്തിന്റെ രൂപത്തിന് ആ അളവുകൾ യോജിക്കില്ല, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയും. പക്ഷെ ഞാനത് മുതലാക്കി. ഹരിശ്ചന്ദ്രചരിതത്തിൽ വിശ്വാമിത്രൻ കെട്ടാനുള്ള ഒരു 2-3 വർഷമായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായിപ്പോ ഈ രതിവിരുദ്ധന്മാരെ പഠിപ്പിക്കുന്ന ഇതുണ്ട്. അത് കംപ്ലീറ്റ് എന്റെ അതിന്റെ കൺട്രോള്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ വലിയ സ്ത്രീവേഷക്കാരൻ്റെയാണ്, ഹൈ ടോപ്പിലുള്ള ആൾക്കാരില്ല, 2ാം നിരയില് ജനങ്ങൾ ഇങ്ങനെ കൊണ്ടാടി നടക്കണ 2-3 3-4 സ്ത്രീവേഷക്കാരുണ്ട്. അവരുടെ വിരതിമാരെ ഇട്ടപ്പോ ഞാൻ പഠിച്ച ഡാൻസ് ഒന്നും എടുത്തു. പക്ഷെ പാവങ്ങൾ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ വിശ്വാമിത്രനെ എനിക്ക് സ്വാധീനം ഉണ്ട് കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചു. പിന്നെ ഒരു ഇംഗ്ലീഷ് കഥ കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയപ്പോ ഈഡിപ്പസ് അല്ല എഡിയറ്റ, അങ്ങനെ ഒരു ഗ്രീക്ക് പുരാണം, അതില് ഒരു കോർട്ടല് ഡാൻസ് ഉണ്ട് രാജാവിന്റെ മുമ്പില്. അത് ഞാൻ വാസുവേശനാണ് അത് സംവിധാനം ചെയ്യണത്. ഞാനും പ്രദീപനായിരുന്നു. നമ്മള് കലാമണ്ഡലത്തിന് കോഴ്സ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ടുള്ള ഞങ്ങൾ 2 പേരായിരുന്നു ആ കോർട്ടിലെ ഡാൻസർമാര്. അന്ന് ഞാൻ വാസുവേശൻ പറഞ്ഞു എന്നോട്, ശാലി വാസുവേശൻ പറഞ്ഞു, നീ ഭരതനാട്യം പഠിച്ചല്ലേ, അതെന്താ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ പാട്ടില്ല, മേളം മാത്രമേ താളം പിടിച്ചിട്ട് അങ്ങനെ ഞാൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ പിന്നെ കിരാതത്തിൽ കാട്ടാളിന് നിന്റെ അങ്ങനെ നിശ്ചയിക്കാറില്ല, എന്റെ അർജുനെ നിശ്ചയിക്കാറില്ലോ. പക്ഷെ ചിലപ്പോ അങ്ങനെ വേണ്ടി വരുമ്പോ ഞാൻ പറയാം, മാലക്കര എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു കാട്ടാളുണ്ടായി, അവിടെ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ട് കാട്ടാളുണ്ടായത് അവിടെ. അപ്പൊ എന്റെ കാട്ടാളിനായിട്ട് ഇമ്പോർട്ടന്റ് കിരാതത്തിൽ അർജുനൻ ഒരു 2ാം കിടവേഷക്കാരൻ കെട്ടുന്ന വേഷം. പണ്ട് രാമദേശന്റെ കാട്ടാളിനും ഗോപേശന്റെ ആയിരുന്നു. ഇപ്പൊ അത് മാറി ആ ദിവസാനാണ് കിരാതത്തിൽ കാട്ടാളെന്നാണ് വെപ്പ്. പക്ഷെ 2ഉം 1 മെച്ചമുണ്ടാവും. ഗോപേശൻ അർജുനൻ കാണുന്നവർക്ക്. അപ്പോ ഗോപേശനോട് ചോദിച്ചപ്പോ ആരാ വേണ്ട കൃഷ്ണകുമാരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഈ കറുത്ത താടി വെച്ച് കെട്ടി അങ്ങനെ പരിചയമില്ല. ഞാൻ ഈ കത്തിവേഷം പച്ചവേഷമുള്ള കെട്ടാറുള്ളൂ. പക്ഷെ ഗോപിയാശാന്റെ ഒരു വേഷം കിട്ടാന്ന് പറഞ്ഞാൽ എനിക്കതൊരു ചാൻസ് അല്ലേ, പ്രത്യേകിച്ച് മാലക്കര പറഞ്ഞിട്ടില്ലേ. അന്ന് കെട്ടിയപ്പോ ഞാൻ ലാസ്റ്റ് ഈ അർജുനനെ വലിച്ചു എറിഞ്ഞിട്ട് അവിടെ ഒരു ചില നടന്നത് കാണിക്കലുണ്ട്. അവിടെ ഞാൻ അങ്ങനെ ഒന്ന്, പിന്നെ എന്റെ കാട്ടാളം നിശ്ചയിക്കുക മാലക്കരയെ നിശ്ചയിക്കാറുള്ളൂ. അത് അവിടെ വർഷത്തിൽ 1 കാട്ടാളോ 2 കാട്ടാളോ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഡാൻസിനെ പറ്റി അവിടെ പ്രയോഗിക്കാറുണ്ട്. കഥകളി ഒരു വേഷം അരങ്ങത്ത് നിന്ന് ചെയ്യുമ്പോൾ അവരുടെ ജീവൻ എന്ന് പറയുന്നത് ചെണ്ടയും പാട്ടുമാണ്. അത് 2 ഇല്ലെങ്കിൽ നടന്മാരില്ല. മേളവും പാട്ടും ആണ് എന്റെ മെയിൻ ഇത്. ഇപ്പോ ആശാന അരങ്ങത്ത് അവരുമായിട്ടുള്ള ഒരു മേളവും പാട്ടുമായിട്ടുള്ള ഏതെങ്കിലും ഒരു അരങ്ങനെ നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെന്തറിയാം, നമ്മള് അരങ്ങളിൽ ഒരു വേഷം ആദ്യാവസാന വേഷം ചെല്ലുമ്പോൾ മാനസിക പൊരുത്തം വരെ ഒരു വേഷം വിജയിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ നേരത്തെ കൂട്ടുവേഷത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ വേഷം വിജയിക്കുന്ന കൂടെയുള്ള ആള് നന്നാവണം. അതുപോലെ തന്നെയാണ് പാട്ട്, ചെണ്ട, മദ്ദളം പോരാ, ചുട്ടിക്കാരൻ വരെ നന്നാവണം. നമ്മൾ തെക്കനാട്ടിൽ പോയ പല ദിക്കിലും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നാൾ ചുട്ടിക്കാർ വേണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷെ ചുട്ടി കഴിഞ്ഞിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ടില്ല, നമുക്ക് വേണ്ടവരുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വടക്കൻ നിന്ന് വടക്കൻ ചുട്ടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതാണ് അവിടെ ഒരു ചുട്ടിക്കാരനുണ്ടാവുള്ളൂ. വിളിച്ചാൽ വരെ ഇരുന്നാലും ചുട്ടി കുത്താണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വായിക്കുള്ളാണോ എവിടെയാണെന്നറിയില്ല, ഒരു ചുട്ടിക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അയാളിപ്പില്ല, മരിച്ചുപോയി. എന്നാലും അയാളുടെ പേര് പറയാൻ ഉദ്ദേശിച്ചു. അയാളെ കൊണ്ട് നടന്ന കുറെ കളിയോഗക്കാരുണ്ട്, അയാളെ മുതലാക്കിയ ആള്. ഈ ഒരു ചുട്ടിക്കാരനെ വന്നിരുന്ന അയാൾ വിളിച്ച നമ്മളെ എനിക്കുള്ളൂ. ആദ്യത്തെ ഒരു ലാസ്റ്റ് വിദ്യാഭ്യാസം ഉണ്ടാവും, അതിനുമ്പും കഥയുണ്ടാവും. ചുരുക്കത്തിൽ 15 ചുട്ടിങ്ങിൽ അയാൾക്ക് കുത്തേണ്ട ഒരു അവസരം ഉണ്ടാവും. പാവം കഷ്ടം തോന്നും. അപ്പൊ അയാൾ തലേ ദിവസം കളിക്ക് പോയി കൊടുത്ത പേപ്പർ, മറ്റവന്റെ പേപ്പർ അവിടെ പറിച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് ഈ നോട്ട് ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് കണ്ടു. ഇത് നോക്കുമ്പോ ഞാൻ വളയം വെച്ചിട്ടുണ്ടാവും. ഈ വളയത്തിന്റെ അവിടേക്ക് വെച്ചിട്ട് ഈ പേപ്പർ എടുത്ത് ഇതൊരു സൂട്ടബിൾ ആണെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ടോ, ആ ഇന്നലത്തെ ചുട്ടിക്കാരന്റെ പേപ്പർ എടുത്തൊന്നും എനിക്ക് വെച്ചിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല.
ഇത് കണ്ടിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. മറ്റവൻ ഇന്നലെ കളിച്ച ചുറ്റി പേപ്പർ എടുത്ത് എൻ്റെ മുഖത്ത് വെച്ചു. അപ്പൊ അതല്ല വേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചുട്ടി അത് നന്നാവുക, ചുട്ടി ഉടുത്തുകെട്ട് അതിലും ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴൊക്കെ ആ കാര്യത്തിൽ സമ്മതിക്കാതെ വയ്യാതെ ഉടുത്തിട്ടും ചുട്ടിയും അതൊക്കെ വളരെ ഗംഭീരം തന്നെയാണ്. അപ്പൊ നമുക്ക് തന്നെ ഉടുത്തുകെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒന്ന് കലക്കണം എന്നുള്ള അങ്ങനെ ഒരു തോന്നൽ വരും. ഇതൊക്കെ കഴിഞ്ഞ് കിരീടം വെച്ച് അരങ്ങത്ത് ചെന്നാൽ അതേപോലെ മാനസികമായി അടുപ്പില്ലാത്തവരാണെങ്കിൽ കഴിഞ്ഞു കഥ. അങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിച്ചും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറ്റിയ പാട്ടുകാർ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന മുദ്രയ്ക്കനുസരിച്ച് പാടിത്തരിക. അതേപോലെ കൊട്ട് മുദ്രയ്ക്കൊക്കെ അങ്ങനെ കൊട്ടണ ഓരോന്ന് വിടുമ്പോ ചിലപ്പോ നമ്മൾ മുദ്ര വിടുമ്പോഴേ പേരൊക്കെ പറയാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ ഇപ്പം മദ്ദളക്കാരൻ വേണം, മദ്ദളം വേണം. പക്ഷെ നമ്മുടെ മുദ്രയുടെ ജീവൻ ചെണ്ടയുമില്ല. ഈ സമയത്ത് ഇയാള് ആരാ അവിടെ വന്നിരിക്കണേന്ന് ഇങ്ങനെ നോക്കണ സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എവിന്ന് വിട്ട് കഴിഞ്ഞാൽ കൊട്ടണം. അപ്പൊ ഇത് വിടുമ്പോ അവിടെ ഷൂ എന്നുണ്ടാവുള്ളൂ. എന്തിനു കൊള്ളാം അവിടെ. അതേപോലെ ഇപ്പൊ ഈ ഇതൊക്കെ കാണിക്കുമ്പോ അങ്ങനെയൊക്കെ കാണിക്കുമ്പോ അതിന് ചില കൊട്ടുണ്ട് എന്ന് പറഞ്ഞ കൊട്ടുണ്ട്. അതുപോലെ ഉണ്ണീഷാശാനും കൃഷ്ണദാസനൊക്കെ കൊട്ടണ നമുക്ക് അതുകൊണ്ട് തോന്നി. ഞാൻ അങ്ങനെ ഉണ്ട്, അങ്ങനെ പിന്നെയുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരും അടിപൊളി ആയിട്ടുള്ള പിള്ളേരിൻ്റെ ആയിട്ട് അങ്ങനെ കൊട്ടുണ്ട്. പക്ഷെ ചിലവർ അരങ്ങത്ത് വന്നാൽ സീരിയസ് ആവാതെ ആരൊക്കെ കളിക്ക് വന്ന് എന്നെ പരിചയമുള്ളവരുണ്ടോ എന്ന് നോക്കുക. ഈ ജാതി വരുമ്പോൾ ഈ നടൻ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു പോകുന്ന സമയത്ത് അവിടെ നമ്മൾ മൂഡ് ഔട്ടാവും. അതിന്റെ മെയിൻ റോള് ചെണ്ട കൊട്ടുന്ന ആൾക്കും പിന്നെ പാട്ട് ഈ മുദ്രയ്ക്ക് അപ്പുറം നമ്മൾ ചിലപ്പോൾ നളചരിതം പോലുള്ള കഥ പാടുമ്പോൾ നമ്മൾ വിസ്തരിച്ച് അത് അഭിനയിച്ച് ഭാവപ്രധാനമല്ലേ നളചരിതം കാണുമ്പോൾ. ഇപ്പോൾ ചിലപ്പോൾ എന്നേക്കാളും വലിയ ആളാണെങ്കിൽ എന്ത് അടുത്തേക്ക് കിടക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആ സ്ഥായിൽ നിൽക്കുമ്പോഴാവും അടുത്തപ്പോൾ എന്തിനാ മനസ്സേല് മുദ്ര കഴിയുന്നവരെ നമുക്ക് പാടി തരണം. അത് അല്ലാതെ ഉള്ള പാട്ടുകാരൻ വന്നുള്ള മുദ്ര കഴിഞ്ഞ് എന്താ കാണുമ്പോൾ ഞാൻ അവരെ എന്നൊക്കെ ആവർത്തനാണ് വീണ്ടും വീണ്ടും ഒന്ന് കാണുമ്പോൾ എന്ന്. അപ്പോൾ ചിലവരത് ഒന്ന് കാണുമ്പോൾ എന്ന് പാടുമ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ ഒന്ന് കാണുമ്പോൾ എന്ന് പാടണം. ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള പാട്ടുകാരുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും അങ്ങനെ യാതൊരു കംപ്ലൈന്റും ഇല്ല. പഴയ തലമുറയിൽ പെട്ട എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയാം, ചിലപ്പോഴൊക്കെ നമുക്ക് അരോചകമായിട്ട് വരും, പാടി തരില്ല. അപ്പൊ ഞാൻ എനിക്ക് ഉണ്ടെന്ന് കാണിക്കണതിന് എന്താ ആവശ്യം? അപ്പൊ ഇപ്പോഴത്തെ പാട്ടുകാരുണ്ട് ഒന്ന് കാണുമ്പോൾ ഒന്ന് പാടി തരും. ഇല്ലാതെ ഞാൻ ഉണ്ടെന്ന് കാണിച്ചാൽ അത് കാണുമ്പോൾ നാം പാടി വെച്ചാൽ കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് വിരസത വരും. അപ്പൊ മാനസികമായ പൊരുത്തമാണ് വേഷങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പാട്ട് വേണം, ചെണ്ട വേണം, മദ്ദളം വേണം, അണിയറയെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരാണ് ഈ ചുട്ടിക്കാരും അണിയറക്കാരും. കഥകളി വേഷത്തിന്റെ ഏറ്റവും വലിയ വിജയം ഈ രണ്ടെണ്ണമാണ്. ആശാൻ പണ്ട് ശ്രീവേഷം കെട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം, മിൽക്ക് വേഷങ്ങൾ എടുത്ത് താല്പര്യമുണ്ടോ? ഏത് വേഷങ്ങളിലാണ് കൂടുതൽ കെട്ടാനുള്ള ആഗ്രഹം? കെട്ടിയിട്ടുണ്ടോ? അത് മിൽക്ക് വേഷങ്ങൾ ശ്രീവേഷം കയ്യിൽപ്പെടില്ലോ. പഠിക്കണ കാലത്ത് ഞാൻ അവിടുത്തെ ഒരു കലാമണ്ഡലത്തിലെ ശ്രീവേഷക്കാരനായിരുന്നു. രാമൻകുട്ടി ആരാശാന്റെ കൂടെയും ഗോപിയാശാന്റെ കൂടെയും ട്രൂപ്പിൽ അനവധി ശ്രീവേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. അതിലും വലിയൊരു ഭാഗ്യം ഉണ്ടായത് കൃഷ്ണൻ നായരാശാന്റെ കൂടെ സുന്ദരബ്രാഹ്മണൻ വെള്ളടിക്കുന്ന് വാര്യത്ത് അവിടെ ശിവരാമേട്ടൻ വന്നില്ലാതിപ്പോൾ വേറെ ആരുമില്ല. അപ്പൊ ഞാൻ രുക്മിണി കിട്ടി. അത് ഒരു മിനിക്കാണല്ലോ അങ്ങനെ. പിന്നെ അത് കെട്ടാൻ കാരണം കലാമണ്ഡലത്തിൽ അന്ന് ഞാൻ ശ്രീവേഷം കെട്ടി നടക്കണതായതുകൊണ്ട് പത്മനാഭൻ നായരാശനൊക്കെ ഉണ്ട്. അപ്പം കൃഷ്ണകുമാറിന്റെ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ശിവരാമേട്ടന് സുഖമില്ലാതെ വന്നില്ലാച്ചപ്പോ അങ്ങനെ കെട്ടി. മിനുക്ക് വേഷങ്ങളെല്ലാം ഞാൻ അധികം അരങ്ങത്ത് ചെയ്യാറും പച്ചയും കത്തിയിട്ടാണ് ചെയ്യാറ്. എന്നാൽ ഞാൻ മിനുക്ക് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹരിശ്ചന്ദ്രത്തിൽ വിശ്വാമിത്രൻ. കഴിഞ്ഞ കൊല്ലം ഒരു പിന്നെ മാലക്കര തന്നെ സന്താനോപാലത്തില് ബ്രാഹ്മണൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്രാഹ്മണൻ ഉണ്ടായിട്ടുണ്ട്, പരശുരാമൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോയി പച്ചയും കത്തിയും കെട്ടുന്ന കൂട്ടത്തില് അപ്പൊ അങ്ങനെ കിട്ടാറില്ല. പരശുരാമൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയൊരു അവസരം ഉണ്ടായത് പട്ടാമ്പി തളി ക്ഷേത്രത്തില് ഗോപിയാശാന്റെ അർജുനനും എന്റെ ബ്രാഹ്മണനായിട്ടുണ്ടായി. ഇതിലും വലിയൊരു എന്താ ഭാഗ്യം എന്താ ഉണ്ടാവുക. ഈ കൃഷ്ണനാരാജാന്റെ കൂടെ പറഞ്ഞു കൊടുത്തില്ലേ അങ്ങനെയുണ്ട്. പിന്നെ ഗോപിയാശാന്റെ കൂടെയാക്കി കുചേലൻ എനിക്ക് കെട്ടാനുള്ള ഇതൊക്കെ എനിക്ക് വേഷമാണല്ലോ. അത് ഞാൻ പറയുന്നത് ഗോപിയാശാന്റെ കൃഷ്ണനും എന്റെ കുചേലനായിട്ടുണ്ടായി. ഇങ്ങനെ ഓർമ്മ വരുന്നില്ല അങ്ങനെ. പിന്നെ കഥകളിയിലെ എല്ലാ ശ്രീവേഷങ്ങളും ഞാൻ കെട്ടിയിട്ടുണ്ട്. ഈ മരിച്ചുപോയ മങ്കൊമ്പ് ശിവശങ്കര പിള്ളാച്ചാന്റെ കൂടെ എറണാകുളം ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട്
ഒരു മണ്ണാത്തി കെട്ടാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം അവിടെ ആരോ വരാതിരുന്നപ്പോൾ, കാരണം ഈ വരാതിരുന്ന കെട്ടുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ട്രൂപ്പിലെ സീനിയർ വിദ്യാർത്ഥികൾ ഞങ്ങളാണ്. കോഴ്സ് ഏതാണ്ട് PGക്ക് സ്കോളർഷിപ്പിനും പഠിക്കുന്ന സമയത്ത് പിന്നെ കലാമണ്ഡലത്തിൽ വന്ന സ്ത്രീവേഷക്കാരനാണല്ലോ. ആ ഇടയ്ക്കൊക്കെ ഞാൻ ഈ മിനുക്ക് വേഷങ്ങളാണ് അധികം കൈകാര്യം ചെയ്യാറ്. പിന്നെ അവിടെ പഠിക്കണ കാലത്ത് ആഴ്ചയിൽ കളി ഉണ്ടാകുമ്പോൾ കീചകത്തില് മല്ലൻ, കാളയത്തിൽ ഉർവശി, ഇത്തരം ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വേഷങ്ങളെല്ലാം സ്ത്രീവേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് അരങ്ങത്ത് ചലഞ്ചായിട്ട്, അതായത് മാനസികമായി തയ്യാറെടുത്ത് പോകേണ്ട വന്നതായ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യാറ്? അത് വേഷം എന്താന്ന് ആദ്യം നമ്മൾ ചോദിക്കല്ലോ. അപ്പോൾ ഇപ്പൊ നളചരിതൊക്കെയാണെങ്കിൽ തയ്യാറെടുപ്പൊക്കെ വേണം. പ്രത്യേകിച്ച് 3-ാം ദിവസം പോലെയുള്ള കഥകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല തയ്യാറെടുപ്പ് വേണം. പക്ഷെ അതല്ല, കോട്ടയം കഥകൾ കെട്ടുമ്പോൾ എത്ര പഠിച്ച് നമ്മൾ തയ്യാറെടുത്ത് പോയാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അല്ല ഞാൻ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമുക്കിങ്ങനെ ടെൻഷനാണ് ഈ കോട്ടയം കഥ കെട്ടുമ്പോൾ. അപ്പോൾ ക്രിമിരോധം ധർമ്മോത്തർ എന്നാൽ കാലവേദം അർജുനൻ കെട്ടുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല. പക്ഷെ ഈ ക്രിമിരോധം ധർമ്മോത്തർ ഭഗവതത്തിലെ ബാലവരിക ചാരിശീലെ ഈ പദം കല്യാണസന്ധിയും യാതൊരു പ്രശ്നമില്ല കേട്ടോ, നമുക്ക് എങ്ങനെ വേണി കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങൾ കെട്ടുമ്പോൾ, പിന്നെ ഉത്ഭവത്തിലെ രാവണൻ, നരകാശന അത്ര പ്രശ്നമില്ല. നമുക്ക് അത് എന്താ പറയുക, അതിനെക്കുറിച്ച് ചിട്ടുണ്ട്. അതിൽ ചിട്ടലിട്ട് എന്ത് കാണിച്ചാലും അതൊക്കെ അതൊരു അഭംഗിയായിട്ട് വരും. ഉത്ഭവം രാവണൻ ചിട്ടയും തന്നെ കേട്ടോ. പക്ഷെ എന്നാലും ഉത്ഭവം രാവണൻ ആ താളത്തിന്റെ ത്രിപിടവട്ടം അത് ഭയങ്കരമായിട്ട് നമ്മൾ തലേദിവസമോ അതിന് മുമ്പ് നമ്മൾ രാവണനായിട്ട് നടക്കണം. അതിന് ധർമ്മോത്തരും ഇങ്ങനെ കോട്ടയം കഥകൾ, ശൂദ്രാർജുനൻ ഏറ്റവും ഗുരുവായൂർ പിടിച്ച് വെച്ചാൽ കഷ്ടം ഞാൻ കപടം കൊണ്ടു, കല്ലുകളം, ഈ അതൊക്കെ. എന്നാൽ ബലഭദ്രക്ക് അത്ര പ്രശ്നമില്ല. ഇതൊക്കെ നമുക്ക് കുറെ ഫ്രീഡം ഉള്ള വേഷങ്ങളാണ് ബലഭദ്ര എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതുപോലെ ഫ്രീഡം കോട്ടയം കഥകളിൽ കല്യാണശ്രുതി ഭീമനുണ്ട്, അങ്ങ് മറ്റേതിനൊന്നും അങ്ങനെയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടോ, മറ്റുള്ള വേഷങ്ങൾ കെട്ടിയിട്ടുള്ള പരിചയം വെച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ കഥാപാത്രം അല്ല അതിന് അപ്പുറത്തേക്ക് പോകും. അപ്പൊ നമ്മൾ നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യില്ല, ചിട്ടയായിട്ടുള്ള ചെയ്യില്ല എന്നൊരു തയ്യാറെടുപ്പ് 2 ദിവസം മുമ്പ് തയ്യാറെടുക്കണം. അത്തരം വേഷത്തിൽ പെട്ടാണെങ്കിൽ ക്രിമിരോധം ധർമ്മോത്തറും ഭഗവതത്തിലാദ്യത്തെ ഭീമൻ ഞാൻ പറഞ്ഞ വേഷങ്ങളൊക്കെ. ഈ തോന്നത്തിന്റെ ആവെന്ന് എന്തോ ഒരു ചെറിയൊരു ആട്ടം മാറ്റി എന്താ ഞങ്ങള് തിരുവനന്തപുരത്ത് ദൃശ്യവേദന കളിക്കുക. അത് തോരണത്തിന്റെ ആവണമല്ല. ഞാൻ ഉള്ള കാലത്ത് ഞാൻ ഉണ്ണീഷേട്ടനും കൂടി ചേർന്നിട്ട് ഈ രാവണന്റെ ഈ എന്താ വെള്ളത്തോൾ കവിതയിലെ രാവണന്റെ ആട്ടങ്ങൾ എടുത്തിട്ട് താളവും ഒക്കെ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാലിവധം രാവണന്റെ തെരനോക്ക് കഴിഞ്ഞാൽ തൻ്റെതാട്ടുണ്ട്. ആ ആട്ടം സാധാരണ ആദിതാളത്തിൽ ഏകതാളത്തിലാണ് കൂട്ടുക. ഞങ്ങളത് ചെമ്പതാളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണീഷേട്ടൻ കൂടി ഉണ്ടാവണം. കലാമണ്ഡലത്തിലുള്ള സാഹചര്യം ഉണ്ണീഷേട്ടനാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെയാണ് ഈ ദശമുഖ രാവണൻ 10 ഭാവത്തില് ഞാൻ അവിടെ അവതരിപ്പിച്ച് ദശമുഖ രാവണൻ. ഉണ്ണീഷേട്ടൻ്റെ കൂടിയും ഒരു സഹായം, അങ്ങനെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ പല പുതുമകളും ചെയ്യാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ പൂന്തോട്ടം ആയുർവേദ അവിടെ മനക്കിൽ വെച്ചിട്ട് ദശരഥ വിലാപം നടത്തി. ഗോപിയാശാന്റെ 2ാമത്തെ ദശരഥൻ, എന്റെ ആദ്യത്തെ ദശരഥൻ. അപ്പൊ നമുക്ക് പുതുമ ചെയ്യാൻ ഉണ്ണീഷേട്ടന്റെ ഭയങ്കര ഉത്സാഹം അച്ഛൻ്റെ ഉണ്ണീഷേട്ടന്. അപ്പൊ ഞാൻ അവിടെ ഉള്ളപ്പോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പുതുമയായിട്ട് ചെയ്യും. പിന്നീട് അത് വേണം. വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ KPS മാഷ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കളി കാണാൻ വന്നിട്ട് വിമർശനം ഉണ്ടാവണമല്ലോ, എന്നാലേ നമുക്ക് പിന്നീടും പ്രവർത്തിക്കാൻ തോന്നുള്ളൂ. അപ്പൊ വിമർശിക്കാതെ അപ്പുറത്ത് ഒളിച്ചു പോയി എന്ന് കുറ്റം പറയുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. അത്തരക്കാരെയാണ് നമുക്ക് വെറുപ്പ്. നേരിട്ട് സ്റ്റേജിൽ വന്നിട്ട് അത് ചെയ്ത് ശരിയായില്ല, കുറച്ചുകൂടി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ ഇപ്പൊ ഈ താളങ്ങളൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗോപിയാശാനുമായിട്ടുള്ള ഇറങ്ങുകളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ആശാന്റെ കൂടെ ആശാൻ പുഷ്കരം കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗോപിയാശാന്റെ കൂടെ ആയിരിക്കും ഇത്. ഇപ്പൊ പുഷ്കരം എന്നല്ല, ഇപ്പൊ ബലവത്തര കൃഷ്ണനായാലും കർണസേനം ദുര്യോധനം അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടുവേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആശാന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഗോപിയാശാനുമായിട്ട് കൂട്ടുവേഷം കിട്ടുമ്പോ എന്തോ ആശാൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു മാനസിക ഇതുണ്ട്. ആശാൻ എന്താ ഒരു ആയിരിക്കാം. അത് എങ്ങനെയാണ് ആശാനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഇതാണോ എങ്ങനെ? എനിക്ക് മാനസികമായിട്ട് ഭയങ്കര അടുപ്പാണ് ഗോപിയാശാനായിട്ട്. പ്രത്യേകിച്ച്
എന്നെ ഗോപിയാശാൻ കുറച്ച് കാലം പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അധികം കാലം പത്മനാശാന്റെ കളരില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഗോപിയാശാന്റെ വേഷത്തിനോട് ഭയങ്കര ഭ്രമ. അതിനൊരു ചീത്തപ്പേര് എനിക്കുണ്ട് കേട്ടാ, ഗോപിയാശാനെ അനുകരിക്കണോ എന്ന് പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. എന്റെ കഥകളിയിൽ പത്മനാശാൻ എന്റെ തീറ്റപ്പടിയും കൂറ് വേറെക്കില്ലാണെന്ന് ഒരിക്കൽ ഒരു ചീത്തപ്പേരുണ്ടായിട്ട്. പക്ഷെ അത് പത്മനാശാൻ പറഞ്ഞത് ഗോപിയാശാനുള്ള ദേഷ്യം കൊണ്ട് അല്ലല്ല, അവനവൻ്റെതായ വഴിക്ക് പോകണം, എന്തിനും മറ്റൊരാളുടെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയണത് എനിക്ക് എന്റെ ഓണിലും ഉറക്കത്തിലൊക്കെ എനിക്ക് ആ രൂപമാണ് എന്റെ ഉള്ളില്. സംഗതി കുറെ ശിക്ഷയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അരങ്ങത്ത് വെച്ചിട്ടും മൂപ്പര് വിചാരിച്ചു കൊടുത്ത് വന്നതിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ദുര്യോധനത്തിൽ രൗദ്രവീമന് മെക്സിക്കോയിൽ വെച്ചിട്ടാവുന്നു. പെട്ടെന്ന് അത് എടുത്ത് കൊടുക്കാതെ ഗോപിയാശാന്റെ വേഷങ്ങൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മൾ അശ്രദ്ധ കൊണ്ട് പോയി അപ്പോഴേക്കും ആകെ വിഷയവും. അപ്പൊ കയ്യിലെന്ത് കൊടുത്താൽ അതിൽ ചിലപ്പോൾ അതുകൊണ്ടാവും കിട്ടുക. അരങ്ങത്ത് കയറിയ ഗോപിയാശാനായി മാറിയാണ്. പിന്നെ കഥാപാത്രമാണ് ഗോപിയാശാനെ പോലുള്ള ആളുകൾ കളിക്ക് വന്ന് തേപ്പ് തുടങ്ങിയ പിന്നെ ഒരാൾ മിണ്ടണത് ഇഷ്ടമല്ല, പിന്നെ ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ അരങ്ങത്ത് വന്നാലും കൂട്ടുവേഷക്കാരൻ അങ്ങനെയാവണം. അപ്പൊ ഞാനത് നോക്കി നിൽക്കും. ഇപ്പോ ഗോപിയാശാന്റെ ഇവിടെ പുഷ്കരം കിട്ടുമ്പോൾ ആദ്യത്തേക്ക് ഭയങ്കര പേര്. പിന്നെ ഗോപിയാശാന്റെ പറ്റിയിട്ട് പലരും പറഞ്ഞു, കൃഷ്ണനാരാശാന്റെ കൂടെ കൊടുത്താൽ എന്നോട് പലരും പറഞ്ഞു വിട്ടുകൊടുക്കരുത് പുഷ്കരൻ എന്ന് പറയുമ്പോഴേ. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചൊരു ആത്മധൈര്യം തോന്നി. പക്ഷെ ആശാനൊന്നും പറയാറില്ല. ഉരുളക്കുപ്പേരിയാണ് ഗോപിയാശാന്റെ കഥ. എന്നാൽ ചോദിച്ചതിന്റെ രണ്ടിരട്ടി മറുപടി പറയുന്നത് ഗോപിയാശാന്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രസകരമായി ഞാനും ഗോപിയാശാനൊക്കെ ഉണ്ടാകുമ്പോൾ ഗോപിയാശാന്റെ കർണനും ദുര്യോധനും അനവധി ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആശാൻ തന്നെ വരും കൃഷ്ണകുമാറിനോട് ചോദിക്കാൻ. അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളോട് ഈ ആട്ടത്തിൽ ചിലപ്പോൾ കൊണ്ടുവരും കർണനും. ഞാൻ പറയും എന്റെ വലം കൈയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനൊക്കെ പറയുമ്പോൾ ആ ജാതി കുറെ ആട്ടങ്ങളൊക്കെ ഗോപിയാശാനും ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ മാനസിക പൊരുത്തമാണ് മെയിനായിട്ട്. ഗോപിയാശാനെ ഇഷ്ടമാണ്. എന്റെ വേഷം ആരാ പുഷ്കരം വേണ്ടത് ചിലപ്പോൾ എന്റെ പേര് പറയാറുണ്ട്. അത് ഗോപിയാശാന്റെ രീതിയിൽ മാറ്റി സ്വന്തമായിട്ട് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം? ഞാനേ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പലരും. അങ്ങനെ ഈ കത്തി വേഷത്തിൽ ഞാൻ അങ്ങനെ ഗോപിയാശാനെ അപ്പൊ എനിക്ക് പറ്റും. പക്ഷെ എന്തറിയോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗോപിയാശാന്റെ വേഷങ്ങളിൽ ഞാൻ എന്റെ വേഷം കഴിഞ്ഞാലും ഞാൻ കയറി അങ്ങനെ മാറി നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ആശാന്റെ സീരിയൽ കാണും, അല്ലെങ്കിൽ കളിക്ക് പോവും. അങ്ങനെയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർ അങ്ങനെ പറഞ്ഞു അങ്ങനെ ധരിക്കണേന്നൊക്കെയാണ്. ഞാൻ അങ്ങനെ മാറ്റി കാണിക്കാറൊക്കെ ഉണ്ട് പല വേഷങ്ങളും. അങ്ങനെ ഇന്ന് ഗോപിയാശാനല്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും വിമർശിക്കുന്നവർക്ക് അപ്പൊ എന്താ എന്നെ പറ്റി എന്തോ ഒരു ചൊല്ലില്ല, ആരോ പാവപ്പെട്ടവരെ എന്താ അത് എനിക്ക് അങ്ങനെ എനിക്ക് അതിൽ വളരെ സന്തോഷം. ഒരാളെ ഞാൻ പറയാനുള്ള എനിക്കൊരു ഒന്നും അതന്നെ വലിയൊരു ദൈവാധീനം. എനിക്കിത് വലിയൊരു ഭാഗ്യം എന്താ കിട്ടാനുള്ളത്. ആശാൻ യുവനോത്സവത്തിന് വേണ്ടി കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ യുവനോത്സവ വേദികളിൽ വരുന്ന കുട്ടികൾ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുകയോ അവിടെ ഈ കലാപരമായിട്ടുള്ള ഭാവി എന്തെങ്കിലും എന്തായിരിക്കും? കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി ഞാൻ പറഞ്ഞ ഒരു 84 കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തോളം അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് സ്കോളർഷിപ്പിനൊക്കെ പഠിക്കുമ്പോഴേക്കും ഞാൻ കുട്ടികളെ യുവജനോത്സവത്തിന് പഠിപ്പിച്ച് സ്റ്റേജിൽ പ്രൈസ് മേടിച്ച ആളാണ്. കാരണം അന്ന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ശനി ഞായറൊക്കെ അങ്ങനെ പോയി, ശനിയാഴ്ചക്ക് പോയി ഞായറാഴ്ച വരുമല്ലോ. പിന്നെ സാമ്പത്തികം ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ എന്റെ കീഴിലാണ് ഞാൻ ഒരാളെയും കൊണ്ടുപോകുക. ആ പാലക്കാടുള്ള വെങ്കിട്ടരാമനെയാണ് ഞാൻ കൊണ്ടുപോകുക. അങ്ങനെ പലരെയും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിട്ട് പിന്നെ സ്ഥിരമായിട്ടൊരു ക്ലാസ്സായി പാലക്കാട് മേഴ്സി കാണിക്കമാതയിലെ ക്ലാസ്. കണ്ടമാനം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആ ജില്ലയിൽ ഫസ്റ്റ് മേടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ മോതിരൊക്കെ എനിക്ക് ഈ യൂത്ത് ഫെസ്റ്റിന് പ്രൈസ് മേടിച്ചിട്ട് ശിഷ്യന്മാര് തന്നിട്ടില്ല. ഇത് കഥകളിക്കാരെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു മോതിര യാമത്തോട് അങ്ങനെ കുറെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളവിടെ കലാമണ്ഡലത്തിൽ ചേരുന്നത് ഇംഗ്ലീഷുകാരനാണ്, അല്ല ഇംഗ്ലീഷ് സംസാരിക്കാനല്ല. പക്ഷെ അത് വേണം അത് നമ്മുടെ ജീവിത മാർഗം. ഇംഗ്ലീഷ് മതി. പക്ഷെ മഹാകവി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാകവി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ കലാമണ്ഡലത്തിലേക്ക് വരണ്ട, ഇവിടെ കല പഠിക്കാൻ വരണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഇപ്പൊ നടക്കുമോ ചോദിച്ചാൽ നടക്കുമെന്ന് ബുദ്ധിമുട്ടാണ്. ആശാൻ ഒരുപാട് മഹാരഥന്മാരെ കൂടെ കൂട്ടുവേഷം കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അത് ഒന്ന് വിസ്തരിക്കും. അയ്യോ, അത് പറയാച്ച എന്റെ ഭാഗ്യം തന്നെയാ. ഏതാണ്ട് കോഴ്സ് കഴിയുന്നതോടുകൂടി എന്നെ തെക്കൻ നാട്ടിലേക്ക് കളിക്ക് കൊണ്ടുപോയതേ
മറക്കാൻ പറ്റാത്ത 2 പേരാണ് എന്നെ തെക്കനാട് കാണിച്ചത്. എന്നുവെച്ചാ എവിടെയും നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ ഒരാള്, ഇന്ന ആള് തരക്കേടില്ലാട്ടോ എന്ന് പറയാൻ. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കടപ്പാട്. രാമചന്ദ്രൻ ഉണ്ണിത്താൻ എനിക്ക് മറക്കാൻ പറ്റില്ല. രാമചന്ദ്രൻ ഉണ്ണിത്താന്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, രാജീവ് ഉണ്ണിത്താൻ. എന്നെ കൊല്ലം ജില്ലയിൽ മുഴുവൻ കൊണ്ടു നടന്ന് വേഷം കെട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ ദിക്കിലും അങ്ങോട്ട് വരണമെന്നില്ല, 1-2 ദിക്കില് എന്നെ കൊണ്ട് വേഷം കെട്ടി, പിന്നെ എന്റെ അധ്വാനത്തിന്റെ കൊണ്ട് എന്നെ അടുത്ത ദിക്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണക്കാരൻ ഉണ്ണിത്താനേട്ടനാണ്, മറക്കാൻ പറ്റില്ല. പിന്നെ പല ഇങ്ങനെ തെക്കൻ നാട്ടിലെ കഥകളും ഒക്കെ വിശ്വാമിത്രനായാലൊക്കെ ഞാൻ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഗോപിക്കുട്ടൻ മദ്ദളം അവിടുന്ന് റിട്ടയർ ചെയ്തു. ആ ഗോപിക്കുട്ടനെ എനിക്ക് ഈ സമയത്തേക്ക് മറക്കാൻ പറ്റില്ല. ചോട്ടാനിക്കര ഉത്സവത്തിനൊക്കെ അന്നത്തൊക്കെ കളി എന്താ, പന്തളം കേരളവർമ്മയൊക്കെ ഉള്ള കാലത്ത് എൻ്റെ ഉത്ഭവത്തിൽ രാവണം കെട്ടിച്ചിട്ടുണ്ട് ഈ ഗോപിക്കുട്ടൻ. അപ്പോൾ നമ്മളെ ഒരു ദിക്കിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ പേരെടുക്കേണ്ടത് പിന്നത്തെ വർഷം വിളിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കലാകാരൻ ആദ്യം ഏത് വിഷയത്തിലായാലും ഒന്ന് പരിചയപ്പെടുത്തണം അല്ലേ. അങ്ങനെ എന്നെ സഹായിച്ച ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഈ ഉണ്ണിത്താനേട്ടനെയും ഈ ഗോപിക്കുട്ടനാരെയും. അങ്ങനെ അവർ മുഖാന്തരം തെക്കോട്ട് എനിക്ക് ഇഷ്ടം പോലെ കളിയായിരുന്നു. നാവായിക്കുളത്തൊക്കെ മാസിൽ 2 കളി വെച്ച്. അപ്പൊ മറക്കാൻ പറ്റില്ല. ചിറക്കാരാശാന്റെ കൂടെ ശ്രീവേഷക്കാരനാ എന്റെ കർണുണ്ടായിണ്ട്, കജണ്ടായിണ്ട്, മൂപ്പര ദേവയാനി എന്റെ കജണ്ടായിണ്ട്. 2-ാം ദിവസം ഉണ്ടായിണ്ട് ചവർ പാറുകുട്ടി വെച്ചിട്ട് കൂടെ 2-ാം ദിവസം അവര് ദമയന്തി എന്റെ നട ഉണ്ടായിണ്ട്. രംഭാപ്രവേശം അവര് രംഭ, പിന്നെ എന്റെ രാവണൻ ഉണ്ടായിണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മങ്കോമ്പാശാന്റെ കൂടെ ആശാന്റെ മണ്ണാനും എന്റെ മണ്ണാത്തിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ നായർ ആശാന്റെ കൂടെ ഞാൻ വെള്ളടിക്കുന്നത്ത് പറഞ്ഞു രുക്മിണി കെട്ടാൻ ആശാന്റെ സുന്ദരബ്രാഹ്മണനും കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മിനിക്കന്റെ കാര്യം പറഞ്ഞു, ഞാൻ സുന്ദരബ്രാഹ്മണനും കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയണേ. പിന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ രാമൻകുട്ടി നായരാശാന്റെ കൂടെ വേഷം കെട്ടിയിട്ടുണ്ട്. ആശാന്റെ ഹനുമാൻ എന്റെ ഭീമുണ്ടായിട്ടുണ്ട്. പത്മനാഭൻ നായരാശാന്റെ കൂടെ അനവധി ആശാന്റെ കുചേലിനും ആശാന്റെ ബ്രാഹ്മണൻ സന്താന പോലത്തിന്റെ അർജുനൻ ഉണ്ടായിട്ടുണ്ട്. ഗോപിയാശാന്റെ കൂടെ ഒരു കല്യാണ സൗന്ദര്യത്തില് ആശാന്റെ ഹനുമാനും എന്റെ ഭീമനോട് നേരെ തിരിച്ചാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അങ്ങനെയുണ്ട്. ഞാൻ ഈ വെള്ളത്താടി 1 പയ്യന്നൂര് ദേവദാസന്റെ ആയിരുന്നു ഭീമൻ. എന്റെ പേടിച്ചിട്ട് ഞാൻ കെട്ടി, കാരണം ആദ്യമായിട്ട് കെട്ടില്ലേ. അതോട് നിന്ന് പാലക്കാട് വെള്ളത്താടി കെട്ടി. പിന്നെ ചിറക്കരാശാന്റെ മാത്തൂരാശാന്റെ കൂടെ കെട്ടിയിട്ടുണ്ട്. ശിവരാമാശാന്റെ കൂടെ കെട്ടിയിട്ടുണ്ട്. തിരുനാവായ അമ്പലത്തിൽ വെച്ച് 4-ാം ദിവസം ബാഹുവും കെട്ടിയിട്ടുണ്ട്. പക്ഷെ കർണനും കുന്തി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തെക്കുള്ള ഇപ്പൊ സീനിയറായിട്ട് രാജാരാശാൻ, മാർഗി വിജയൻ, ഓയൂർ രാമേന്ദ്രേട്ടൻ, പിന്നെന്താ ഇപ്പോഴത്തെ തലമുറ ഇപ്പൊ ശ്രീവേഷം കിട്ടുന്ന RLV രാധാകൃഷ്ണൻ. ഒരു കാലത്ത് ഞാൻ രാധാകൃഷ്ണന്മാർ തെക്കോട്ട് എറണാകുളം ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അരൂര് ചേർത്തല ഭാഗത്ത്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ അനിൽ വരെ എനിക്ക് വേഷം അവരുടെ കൂടെ അടക്കം പ്രഗത്ഭമതികളെന്ന് പറഞ്ഞാൽ അവരൊന്നും പ്രഗത്ഭരായിട്ടില്ല. പക്ഷെ മൺമറഞ്ഞു പോയ ആൾക്കാരുടെ കൂടെ വാസുവാശാന്റെ കൂടെ ഇഷ്ടം പോലെ വേഷം കെട്ടാൻ പറ്റിയിട്ടുണ്ട്. ആശാൻ മൺമറഞ്ഞു പോയിട്ടല്ല, അങ്ങനെയുള്ള മരിച്ച ആൾക്കാർ കണ്ട ആൾക്കാരാണ്. അവരുടെ കൂടെയൊക്കെ എനിക്ക് വേഷം കെട്ടാൻ ഏറ്റവും വലിയൊരു ഭാഗ്യം. കൊല്ലം ക്ലബിൽ തോരണയുദ്ധം ഹനുമാൻ ചാത്തുണ്ണി പണിക്കർ ആശാന്റെ ഹനുമാനും എന്റെ രാവണനും ഈ രാജീവ് ഉണ്ണിത്ത് അറേഞ്ച് ചെയ്ത കളിയാണ് തോരണയുദ്ധത്തില്. അതൊക്കെ എന്തൊരു ഭാഗ്യമാണ്. പക്ഷെ എന്താ പറയാ, അന്നൊന്നും ഈ ഫോട്ടോ എടുക്കാനുള്ള സംഗതി നമ്മുടെ എല്ലാവരും മൊബൈലും നമുക്ക് അങ്ങനെ ആരെങ്കിലും വന്ന് കാണിക്കാൻ എൻ്റെ കയ്യിലില്ല അത്തരം കാര്യങ്ങൾ. അങ്ങനെ ഇഷ്ടം പോലെ ഓയൂരാശാന്റെ കൂടെ ഇവരൊക്കെ തെക്കനാട്ടിലെ സൂപ്പർ സ്റ്റാറുകളാണ്. ഓയൂരാശാന്റെ ഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെക്കനാട്ടിലേതാണ്. ഞാൻ നളം കെട്ടിയിട്ടുണ്ട്. പത്മരാശാന്റെ കൂടെയും കെട്ടിയിട്ടുണ്ട്. മറവൂരാശാന്റെ കൂടെ ഇഷ്ടംപോലെ ദുര്യോധനും കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട്. കല്യാണ സൗന്ദര്യം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആശാൻ കലാമണ്ഡലത്തിലും ആയിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും പുതിയ കഥകൾ ഒരുപാട് ചിട്ടപ്പെടുത്തി അതിനകത്ത് പങ്കാളിയാവുകയും ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പുതിയ കഥകളെ കുറിച്ച് എന്താണ്? പുതിയ കഥകൾ പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിലെ കഥകൾ അനവധി ചെയ്തിട്ടുണ്ട്. ഈഡിപ്പസ് ഭയങ്കര ട്രാജഡിയാണ്, അത് ഞാൻ കുറെ ചെയ്തു. പിന്നെ കലാമണ്ഡലം ചിട്ടപ്പെടുത്തി കിങ് ലിയറിൽ വിദൂഷകന്റെ വേഷം വിദേശത്തൊക്കെ പോയി കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് നാട്ടിലെ കാര്യം പറയാച്ചാൽ ചിറ്റൂർ രാജശേഖരൻ എഴുതിയ അർജുന വിഷാദവൃത്തം സംഗീതം കൊണ്ടും അഭിനയം കൊണ്ടും വളരെ മികച്ച ഒരു കഥയാണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈയിടെ അതിൽ അനവധി പ്രാവശ്യം ഈ കഥ അനവധി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഈ അർജുന വിഷാദവൃത്തം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈയിടെ കഴിഞ്ഞ വേനൽക്കാലത്ത് ഹരിപ്പാട് മണ്ണാർശാല വെച്ചൊരു മഹാബലി കേട്ടിട്ടുണ്ടായി. നമ്മുടെ മെഡിക്കൻ ചേട്ടൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടായി. എന്താ പറയുക, ഈ പുതിയ കഥകൾ വേണ്ടി പിടിച്ച് കിട്ടാൻ അതിൽ കർണശവനായിട്ട് ഏറ്റവും ലോട്ടറി അടിച്ചത്. പിന്നേക്ക് പുതിയ കഥകളിൽ ഏറ്റവും എന്റെ അനുഭവത്തിൽ ഉണ്ടായത്
അർജുന വിഷാദവൃത്താണ്. കാരണം പാട്ടും മേളും അഭിനയും ഭയങ്കര ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെയുള്ള കഥകളൊക്കെ 1-2 സ്റ്റേജ് കഴിഞ്ഞാൽ അനവധി പുതിയ കഥകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുക. പക്ഷെ ഈ 2 കഥകൾ ഇഷ്ടം പോലെ ഇറങ്ങിയത് ഞാൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈഡിപ്പസ് ഒരു 4 പ്രാവശ്യം ചെയ്തു. ഈഡിപ്പസ് മദ്രാസ് കലാക്ഷേത്രത്തിൽ വരെ ഈഡിപ്പസ് ചെയ്യാൻ വേണ്ടി. സാർ ഈ ഒരു കഥാപാത്രം ചെയ്യണം എന്ന് തോന്നുകയും ഞാൻ ചെയ്തിട്ടില്ലാത്തതായ ഏതെങ്കിലും ഒരു പുരാണ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടോ? എനിക്ക് കഥകളിയിലെ വേഷങ്ങള് ചെയ്യാൻ പോവുകയുണ്ട്. കുറച്ച് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ പുതിയ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് താടി വേഷത്തിനോട് ഭയങ്കര പ്രേമ. ഞാൻ കേട്ടാറിലേക്ക് പേടിയാ കുട്ടിച്ചാമരത്തിന്റെ വലിപ്പം കണ്ടിട്ട്. അത് ഉണ്ടായി. ഫോട്ടോ രാധാകൃഷ്ണമാരുടെ ദിവസേന കുറിച്ചെടുത്തതിൽ ആശാന്റെ ബാലിയും എന്റെ സുഗ്രീവനും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ ഗോവിയാശാനോട് പഴയ കലാമത്തിൽ ചോദിച്ചു, കൃഷ്ണകുമാർ സുഗ്രീവൻ കെട്ടിച്ച് ഞാൻ ഈ വയസ്സുകാലത്ത് ആശാന്റെ മനോധൈര്യം പറയാ, ഞാൻ ബാലി കെട്ടും കേട്ടാൻ പറ്റും വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ആശാൻ, എനിക്ക് വരില്ല, അന്നത്തോടെ മതിയായി. പക്ഷെ ആ ഇംഗ്ലണ്ടിൽ പോയിട്ട് കുട്ടിച്ചാമര 3 പ്രാവശ്യം വെച്ചു. അന്നിന്റെ പെടലിക്ക് അതോടുകൂടി ഭയമായി. പിന്നെയാണ് ഈ രാധാകൃഷ്ണൻ. അപ്പൊ വേഷത്തിനോട് കെട്ടണമെന്നൊക്കെ ഉണ്ട്. ഈ വേഷം കെട്ടി കണ്ടപ്പോ ഒരു മോഹം. പക്ഷെ ഒരു ധൈര്യമില്ല ഈ വലിപ്പം കൊണ്ട് കാണുമ്പോഴേ. എക്സ്പീരിയൻസ് കൊണ്ട് വേണമെങ്കിൽ നടക്കായിരിക്കാം. പക്ഷെ അതിന് എന്തിനാ നമുക്ക് പറ്റാത്ത കാര്യത്തിന് പോകേണ്ടതെന്ന് വെച്ച് ഞാൻ നിനക്കറിയില്ല. അതേപോലെ ഇങ്ങനെ വെള്ളത്താടി മോഹത്തിന്റെ 2-3 കെട്ടി. മിനുക്കിക്ക് അത്ര വിഷമം തോന്നില്ല. ഇങ്ങനെ ഇത്ര ഈ വിശ്വാമിത്രനൊക്കെ കെട്ടിയപ്പോൾ മിനുക്കൊക്കെ നമുക്ക് എങ്ങനെയും. പിന്നെ ആ സ്വഭാവത്തിനനുസരിച്ച് ചില ചേഷ്ടകൾ വരുത്തിയിട്ടുണ്ടോ ഈ മിനുക്ക് വേഷങ്ങളും ഒക്കെ. ഈ ബ്രാഹ്മണന്മാരാണല്ലോ കെട്ടണേ. പക്ഷെ അതങ്ങനെ പുതിയ കഥകൾ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വപ്നവാസകത്വം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര കൂട്ടുകാട്ടത്തിന്. അത് കഥകളിയിലൊന്ന് ചെയ്യണം. കാരണം ഭയങ്കര ട്രാജഡി. ഈ ഡീപ്പസ് അങ്ങനെയൊക്കെ മോഹം തോന്നിയിട്ട് ഞാൻ ചെയ്ത ഈ സ്വപ്നവാസകത്വം ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോഴേക്കും ഈ റിട്ടയർമെന്റിന് തിരക്കുണ്ട്. പിന്നെ കലാമണ്ഡലത്തിലെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അതിന്റെ എല്ലാം ഈ പാട്ട് വിനോദന്റെ സംഗീതം ചെയ്യാന്നൊക്കെ പറഞ്ഞു. മുൻ രജിസ്ട്രാർ സുന്ദരേശൻ സാറ് അതിന്റെ സാഹിത്യമൊക്കെ എഴുതി തന്നു. ഇപ്പോഴും ഞാൻ അത് വിട്ടിട്ടൊന്നുമില്ല. പക്ഷെ കലാമണ്ഡലത്തിലാകുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പുറത്തു വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് ആരെയൊക്കെ വിളിച്ച് അവന് വരാൻ പറ്റുമോ, അത് വരാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ട്. പക്ഷെ എങ്കിലും എനിക്ക് അതിൻ്റെ ഒരു മോഹമായിട്ട് ഇപ്പോഴിന്റെ ഗുരുവായൂരപ്പ അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കായിരിക്കാം. നോക്കാം. അത്രയും സ്വപ്നവാസതത്വം. പിന്നെ അതുപോലെ ആശാൻ ഈ മറക്കാൻ പറ്റാത്ത അരങ്ങുകൾ പറയാം. മറക്കാൻ പറ്റാത്ത നാട്ടിലായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഈ കലാമണ്ഡലം ട്രൂപ്പിന്റെ കൂടെയും അല്ലാതെയും വിദേശ രാജ്യങ്ങളിൽ ഞാൻ അനവധി കഥകളി. അതൊരു ഭാഗ്യം. കലാക്ഷേത്രത്തിൽ പഠിക്കുമ്പോൾ അന്ന് റഷ്യക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്ത്യൻ ഫെസ്റ്റിവൽ റഷ്യയിൽ വെച്ച് നടന്നപ്പോൾ ഭരതനാട്യക്കാരനായിട്ടാണ് ഞാൻ പോയത്. അവിടെ ഇതിൽ പോയത് ഈ ഭരതനാട്യത്തില് ഈ രാവണം ചെയ്യാനും അതിൽ വിശ്വാമിത്രൻ സീതാദേവത്തിൽ ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് വിദേശത്ത് പോകാനുള്ളത്. മൊത്തം നമുക്ക് കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടൊന്നും ഇങ്ങനെ യാത്ര പോകാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സൂട്ട് കേസും നമ്മുടെ ഡ്രസ്സും മാത്രമേ ഉണ്ടോ. ഒരു പേപ്പർ ശരിയൊക്കെ കലാമണ്ഡലക്കാർ ചെയ്യും, അല്ലെങ്കിൽ ആരാണോ കൊണ്ടുപോകുന്നത്. പിന്നെ ബാർബറയുടെ യാത്ര പോയിട്ടും അതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ വിദേശ യാത്രയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു വർഷം 5 യാത്രയുണ്ടായി. അന്ന് എൻ രാധാകൃഷ്ണൻ നായർ സാറാണ് കലാമണ്ഡലം സെക്രട്ടറി. വർഷം 96 എനിക്ക് തോന്നുന്നു. ആ ഇടയ്ക്ക് ടെഹ്റാനില് മുസ്ലിം രാജ അവിടെ കഥകളിയില്ല. ആദ്യമായിട്ട് അവിടെ ഫെസ്റ്റിവലാ. അപ്പോൾ അന്ന് അവിടെ മഹാഭാരത കഥ കലാമണ്ഡലം ട്രൂപ്പ്. എൻ്റെ ഒരു ദിവസം ഗുരുവായൂർ കാലത്തിൽ 4-5 കളിയുണ്ട് അവിടെ. അപ്പൊ അന്ന് അവിടെ ഈ രാമദാസാസന്റെ ദുശാസന്റെ തിരുവനന്തപുരം ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം കഴിഞ്ഞപ്പോഴേ അവിടെ കാട്ടിലേക്ക് യാഹി ജവേന വന എന്നുള്ളത് ആ പദം കഴിഞ്ഞാൽ പാണ്ഡവന്മാരെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്റർവെല്ല. വിദേശത്ത് പോയി ഇന്റർവെല്ലില്ലാതെ കളി നടത്താൻ പറ്റില്ല. 10 മിനിറ്റ്. ഈ സമയത്ത് ഈ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഈ പാഞ്ചാലിയായിട്ട് ഈ ദുര്യോധനും ദുശാസനും കൂടി ആ അവിടെ ഓർഡർ ഇടലും ചടിക്കലും അതൊക്കെ ഉണ്ട്. ആ കൊണ്ടുപുറപ്പെടാൻ നിൽക്കുക, അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിം സ്ത്രീകൾ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഈ അണിയറയിലേക്ക് വേരമ്പിങ്ങോട് വന്നു. വേറെ എന്തോ ഒരു ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ രാധാകൃഷ്ണൻ സാറും ഉണ്ട് അവിടെ. രാജശേഖരന്റെ ആണെന്ന് പാഞ്ചാലി. എവിടെ ദുശാസനെയും ദുര്യോധനെയും എവിടെയും ചോദിച്ചു വന്ന് ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അവർക്കിത് ആറാമണേ. അവർക്ക് ഈ ചോര മദ്യം എന്നൊക്കെ പറഞ്ഞ ആറാമല്ലേ മുസ്ലിംസിനെ. പ്രത്യേകിച്ച് ടെഹ്റാനില് നോക്കുമ്പോ ഈ രാജശേഖരൻ
അവിടെ ഇങ്ങനെ ഈ സ്ത്രീവേഷക്കാർക്ക് അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല, പുരുഷവേഷക്കാരാണ് തലയിൽ കിരീടം അഴിച്ചു വെച്ചിരിക്കുക. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവസാനം ഈ രാജശേഖരനെ കാണിച്ചു കൊടുത്തു, പാഞ്ചാലി ഇതാണ്, ഇത് സ്ത്രീയല്ല, അവര് സമ്മതിക്കുന്നില്ല, ഇത് സ്ത്രീ, ഇവര് വിട്ടുപോകുന്ന ഈ പെണ്ണുങ്ങളും ആണെങ്കിലും. അവസാനം രാജശേഖരന്റെ തലയിലും ഇതൊക്കെ എടുത്തപ്പോഴാണ് രാജശേഖരനെ മനസ്സിലായത്. അങ്ങനെ കലാമണ്ഡലം ട്രൂപ്പിലൊരു അനുഭവം. അതേ ടെഹ്റാനിൽ പോയിട്ട് രൗദ്രഭീമന്റെ ദുശാസൻ രാമാനുജന്റെ, അപ്പൊ ഈ ദുശാസനെ കൊന്ന് മാറി വീഴുന്ന ചോര കുടിച്ച് നിൽക്കണ രംഗം കണ്ടിട്ട് അറാൻ പറഞ്ഞവനെന്ന് എന്താ അതിന്റെ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഇവർക്ക്, വേറെ സ്കില്ലർ എന്ന് ചോദിച്ചിട്ട് ഇവർ ഓടി വന്നപ്പോ ഞാനവിടെ വിഷമിക്കും. ഇവർക്ക് അയാളെ കണ്ട് ദേഷ്യം വന്നിട്ട് അപ്പൊ പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് മഹാഭാരതത്തില് അവർക്ക് എന്ത് മഹാഭാരതം ടവറാനുള്ളത്, അവർക്ക് അവരെ പുരാണല്ലോ ഇതല്ലോ. അങ്ങനെയുള്ള അനുഭവമുണ്ട്. പിന്നെ നാട്ടിൽ കുറെ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അതിനു മുമ്പ് കുറെ പറഞ്ഞതാ. കളിക്കൊക്കെ പോയിട്ട് കുറെ സ്റ്റേജിൽ ഉറങ്ങിയതും ആശാന്മാരെ നടി കൊണ്ടിട്ടുള്ള അങ്ങനെ കുറെ കഥകളുണ്ട്. എനിക്ക് ആശാനോട് നേരത്തെ ചോദിക്കാനുള്ളത്, എനിക്ക് അസൂയ തോന്നിട്ടുള്ളൊരു കാര്യമാണ്. ആശാന് ഭയങ്കരമായ ഒരു സുഹൃത്ത് വലയമുണ്ട്. അത് ഏതൊരു സ്ഥലത്ത് കലക്കി ചെന്നാലും അവിടെ ആശാന് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഞാനത് അനുകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഒരു പഴഞ്ചൊല്ലുണ്ട് ഹരി, കൊടുത്ത് വാങ്ങുക പറഞ്ഞില്ലേ. അവിടെ നമ്മൾ സാമ്പത്തികം ഒന്നും കണക്കാക്കരുത്. സ്നേഹബന്ധം, വ്യക്തിബന്ധം, പിന്നെ നമ്മുടെ പെരുമാറ്റം. ഇപ്പോ ഈ പെരുമാറ്റം ഈ രണ്ടരത്തിൽ സ്നേഹബന്ധത്തിൽ വ്യക്തിബന്ധത്തിൽ പെടുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ നേടിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്, എനിക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അങ്ങനെയുള്ള ഒരു ബന്ധം ഞാൻ ഇന്ന് കന്യാകുമാരി തൊട്ട് ഏതാണ് വടക്കേ മലബാർ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത്, ഞാൻ കഥകളി ഫീൽഡിൽ മാത്രമല്ല, മിണാലൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുറ്റിയങ്കാവ് പൂരത്തിന്റെ വളരെ വെടിക്കെട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കുറ്റിയങ്കാവ് പൂരം. ഞാൻ എൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റായിട്ട് 13 വർഷത്തോളം അതിൽ പ്രവർത്തിച്ച. അപ്പോൾ ആനക്കാര്, വെടിക്കെട്ടുകാര്, പോലീസ് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അതൊക്കെ ഇപ്പോൾ വിചാരിക്കും വേറെ പല ബന്ധങ്ങൾ. അതൊന്നല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു കലാകാരൻ ഇത്തരം കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര റെസ്പെക്ട്. ഒരു കഥകളിക്കാരൻ പലപ്പോഴും ഈ വെടിക്കെട്ടിന്റെ കാര്യത്തിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന ഈ കലാമണ്ഡലം കൃഷ്ണകുമാർ എന്താ കഥകളി എന്ന് പറഞ്ഞാൽ തനിക്ക് വേറെ പണിയിലിടും ഇതിന് നിൽക്കാന്ന് അങ്ങനെ ചോദിച്ച പോലീസുകാർ എന്നോടുണ്ട്. പക്ഷെ എന്താ അറിയോ, എനിക്ക് ആന പൂരം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പുറത്ത് പറയാൻ പാടില്ലെങ്കിലും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഞാൻ കണ്ട് ആസ്വദിക്കാനായി എനിക്ക് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതമാർഗം കഥകളി തന്നെ കേട്ടോ, അത് ഞാൻ മറക്കില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ എനിക്ക് അയ്യപ്പൻ പാട്ട് ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഞാൻ അച്ഛൻ അയ്യപ്പൻ പാട്ടിന്റെ ആളായിരുന്നു. അച്ഛൻ്റെ അടുത്തിരുന്ന് ഈർക്കൾ കൊണ്ട് അടിച്ച് ഈ പാട്ട് പഠിക്കാതെ എൻ്റെ കയ്യിൻ്റെ ചോര വരുത്തിയിട്ടുള്ളതാണ്, തൊടയമലടിച്ചിട്ട്. അയ്യപ്പൻ പാട്ടിനോട് എനിക്ക് താല്പര്യമുണ്ട്. ഈ അയ്യപ്പ സീസണിൽ ഞാൻ പാടാറുണ്ട്, എനിക്കിപ്പോഴും അറിയാം. പക്ഷെ കലാമണ്ഡലത്തിൽ ചെന്നപ്പോൾ ഞാൻ അത് നിർത്തി. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം. പിന്നെ ആർക്കെന്ത് പ്രശ്നം വന്നാലും എനിക്ക് കുറെ ഡോക്ടർമാരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. അതൊക്കെ ഈ കഥകളി കൊണ്ടുണ്ടായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം, എൻ്റെ ഫ്രണ്ട്സിന് ഒരു ഫ്രണ്ട് കൃഷ്ണകുമാരേട്ടാ എനിക്കിങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ എനിക്ക് മെഡിക്കൽ കോളേജ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. ശ്രീകുമാരൻ ഡോക്ടർ വിളിച്ചു, ഡോക്ടർ ഇങ്ങനെ ഒരു കലാകാരനെ പ്രശ്നം, അപ്പൊ ഡോക്ടർ അതിന് തയ്യാറാവും. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം അങ്ങനെ കലാമണ്ഡലക്കാർക്കല്ല അനവധി കലാകാരന്മാരെ ഡോക്ടർക്കും അതിന് താല്പര്യമുള്ള ആളുകളാണ്. അങ്ങനെ ഡോക്ടർ മുഖാന്തരവും അങ്ങനെ ഡോക്ടർ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അങ്ങനെ പോലീസിലും ഉണ്ട്. എല്ലാ വിഷയത്തിലും ഞാൻ അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. ഒരു സുഹൃത്ത് ബന്ധമാണ് ഈ ലോകത്തില്. സുജന സംഗമമേറ്റം സുഹൃത നിവഹ സുലഭ മധുര നിയതം കുചേലവൃത്തത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുചേലൻ. ഞാനത് കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ്. എനിക്ക് അത് തുടരുന്ന ആളാണ് ഞാൻ. കഥകളി വർത്തമാനത്തിന് വേണ്ടിയിട്ട് ആശാൻ ചെലവഴിച്ചു. അതിന് കഥകളി വർത്തമാനത്തിന്റെ പേരിലും അതിന്റെ കോർഡിനേറ്ററുടെ ഇത് ശ്രീജിത്ത് മേനോന്റെ പേരിലും ആശാനോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീജിത്തിനോട് പറയാനുള്ളത്, കോഴിക്കോട്ട് നിന്ന് കാലത്ത് വന്ന് എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഇവിടെ വന്ന് എൻ്റെ സൗകര്യം പോലെ ഇവിടെ കാത്തിരുന്നു. ഈ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മങ്കൊമ്പാശാന്റെ കൂടെ മണ്ണാത്തി കെട്ടിയതും ശിവരാമേട്ടന്റെ കൂടെ ബാഹുവൻ കെട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ പോലും അന്ന് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലില്ല. അപ്പൊ ഇന്ന് ആരുടെയൊക്കെയോ എടുക്കുന്നുവോ അവരൊക്കെ ഇത് വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്, കഥകളി എന്ന് പറഞ്ഞ ഒരു മഹത്തായ കലയാണ്. അതുകൊണ്ട് ഇത് വളരെ
സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് ഒരു ഉപകാരമാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ശ്രീജിത്ത് മേനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. വീണ്ടും ഒരിക്കൽ കൂടി ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.